ഗുഡ് മോർണിംഗ് ഓൾ. നിങ്ങളുടെ പേര്? അർഷദ്. ഓക്കെ. എന്നെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു അർഷദ്. അതുപോലെ തന്നെ അർഷദ് ഒരുപാട് കാര്യങ്ങൾ അല്ലേ അർഷദ് സാർ നിങ്ങൾക്ക് പിന്നെ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു. ഞാനൊരു ഓറിയന്റേഷൻ എന്നല്ല അപ്പുറത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും നമുക്ക് ഈ ഒരു 40 ദിവസം കൊണ്ട് എന്താണ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നിങ്ങളെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടണം. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഗോള് എന്നൊന്ന് ആ കൂട്ടത്തിൽ ഒന്ന് പറയാം. പേര്, നിങ്ങളുടെ ഗോൾ, ഏതെങ്കിലും പ്രത്യേക യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പറയാം, ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറയാം. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഇല്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ. പേരെന്താ? നിത. ആ, എന്താ ആഗ്രഹം? ഇവിടെ വരുന്ന ഉദ്ദേശം എന്താ? എവിടെയാ? DU, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ. ആ, ശരിയാ. DU, ഡൽഹി യൂണിവേഴ്സിറ്റി. അനീന. ഓക്കെ. ഖദീജ സഫ. എവിടെയാ? അലിഗഡിൽ BTech പഠിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ. അതേപോലെ ഏതെങ്കിലും കോഴ്സ് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ ഉണ്ടോ? പ്രത്യേകിച്ച് ഏതെങ്കിലും കോഴ്സ് BA ആണോ, BSc ആണോ, അല്ലെങ്കിൽ BCom ആണോ? ഏതാ? BA എക്കണോമിക്സ്, BA പൊളിറ്റിക്കൽ സയൻസ്, BSc. ഓക്കെ. ആ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തണം. എവിടെയാന്ന് തീരുമാനിച്ചിട്ടില്ല അല്ലേ? ഏതാ സബ്ജക്ട് എടുക്കുക? പിന്നെ ഇപ്പൊ ഏതാ പഠിക്കുന്നത് സബ്ജക്ട്? സയൻസ് ആണ്. +2 സയൻസ് ആണ് ഇപ്പൊ കഴിഞ്ഞത് അല്ലേ? ദ്രൗപദി. പേര്? ഗൗരിപ്രിയ. ഏതാ കോഴ്സ്? എവിടെ പഠിക്കണം? ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. BA പൊളിറ്റിക്സ് പഠിക്കണം. ഓക്കെ, ഗുഡ്. ഓക്കെ. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ BSc മാത്സ് എടുക്കണം. ഓക്കെ, ഗുഡ്. കൃത്യമായ ഗോളാണ് അല്ലെ? ഞാൻ ഇനി തുടരുന്നതിന് മുമ്പ് ചെറിയൊരു ഇത് പറയാം. പിന്നെ ഓക്കെ, ഒന്നുകൂടി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഐഷ. എവിടെ? ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. BA പൊളിറ്റിക്സിന് പഠിക്കണം. ഓക്കെ. അലിഗഡിലോ ഹൈദരാബാദിലോ പഠിക്കണം. ഗവൺമെന്റ് ലോ കോളേജിലേക്കാണ് അല്ലെ? ലോ എൻട്രൻസ് ആണ്. ഞാന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ BEdഉം അതുപോലെ MEdഉം അതിനുശേഷം റിസർച്ചും. BEd അലിഗഡിന്റെ മലപ്പുറം ക്യാമ്പസിലായിരുന്നു. പിന്നീടാണ് MEdന് മെയിൻ ക്യാമ്പസിലേക്കും ഒക്കെ പോകുന്നത്. അപ്പൊ അവിടെ പോകുമ്പോൾ ഞാൻ കണ്ടൊരു സിറ്റുവേഷൻ എന്തായിരുന്നു വെച്ചാൽ, അവിടെ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ, ലൈബ്രറിന്റെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ലൈബ്രറിയിൽ പോയപ്പോൾ അവിടെ കാണുന്നത് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. റീഡിംഗ് റൂംസ് ഉണ്ട്. ഒരു 200, 300, 400 പേർക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള റീഡിംഗ് റൂംസ് ഉണ്ട്. ഒരുമിച്ചിരുന്ന് AC ആണ്. പിന്നെ ചൂടുകാലത്തൊക്കെ നല്ലതല്ല അവിടെ ഇരിക്കാൻ. അതുപോലത്തെ ഒരു 3 4 റീഡിംഗ് റൂംസ് ഈ മെയിൻ ലൈബ്രറിയിലുണ്ട്. ഓക്കെ. അത് 200 പേര് ഇരിക്കാൻ പറ്റുന്ന, 300 പേര് ഇരിക്കാൻ പറ്റുന്ന വലിയ റീഡിംഗ് റൂംസ്. PhD-കാർക്ക് വേറെ റൂമുണ്ട്, ഹാളുണ്ട്. ലൈബ്രറിയിലാണ് മെയിൻ പുസ്തകവും കാര്യങ്ങളൊക്കെ ഉള്ള ലൈബ്രറി തന്നെ റീഡിംഗ് റൂംസ് ഉണ്ട്. അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ പഠിക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, പിന്നെ ഇവര് ഡിഗ്രിക്ക് അഡ്മിഷൻ, ഡിഗ്രിയാണ് ഇവർ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഡിഗ്രി, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ PGയോ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അവരൊക്കെ പഠിക്കുന്നത്, ഞാൻ അവിടുന്ന് കണ്ടത് എന്താ വെച്ചാൽ, കൂടുതൽ ആളുകൾ പിന്നെ പഠിക്കുന്നത് ഡിഗ്രിക്കാ പഠിക്കുന്നത് ഉണ്ടെങ്കിൽ അവര് പിന്നെ പ്രിപ്പയർ ചെയ്യുന്നത് PGയുടെ എൻട്രൻസിനാണ്. ഓക്കെ. അവര് പിന്നെ ഡിഗ്രി BA പൊളിറ്റിക്സ് പഠിക്കുന്നവരാണ്. പക്ഷെ അവര് ലൈബ്രറിയിൽ നിന്ന് വായിക്കുന്നത് PGയുടെ എൻട്രൻസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതിനുള്ള മെറ്റീരിയൽസ് ആണ് അവർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒരു എങ്ങനെയാണ് നെക്സ്റ്റ് എക്സാം. ഇപ്പൊ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു, പിന്നെ അതും ഒരു അഡ്മിഷൻ എടുത്തു, ഒന്നിൽ അഡ്മിഷൻ എടുത്തു ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക. BA കഴിഞ്ഞിട്ട് നോക്കാം എന്നല്ല. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇന്നലെ +2 എക്സാം കഴിഞ്ഞവരായിരിക്കും അല്ലെ? ഇന്ന് നിങ്ങൾ മറ്റൊരു മിഷനിലേക്ക് ഇറങ്ങിയിരിക്കും. അത് തന്നെ വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. എത്ര പേര് +2 എക്സാം കഴിഞ്ഞ് ഇനി ഒന്ന് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ട് നമ്മളെ കൂട്ടത്തിൽ അല്ലെ? അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ ആലോചിക്കുന്നത് നമ്മുടെ അടുത്ത ഗോളിലേക്ക് അല്ലെ? അതാണ് ഞാൻ അവിടെയും കണ്ടത്. ആ റീഡിംഗ് റൂമിൽ ഇരിക്കുന്നവര് നെക്സ്റ്റ് അവരുടെ ഗോൾ എന്താണോ അതിലേക്ക് അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്യാം. അതിന് PGക്ക് ഒന്നെങ്കിൽ അവിടെ തന്നെ കിട്ടണം, അതല്ലെങ്കിൽ ജാമ്യയിലോ DUയിലോ JNUയിലോ കിട്ടണം. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഓക്കെ. എവിടെ? നിസ്മ. ആ, ഇന്റഗ്രേറ്റഡ്
ഹൈദരാബാദിലാണ് പഠിക്കേണ്ടത്. പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ. ആ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. സേന. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി. പേര് സവാദ്. BBA. ആ, ഓക്കെ. ഇപ്പൊ കൊമേഴ്സ് ആണോ കഴിഞ്ഞു? ഓക്കെ, ഗുഡ്. അപ്പോ പിന്നെ എല്ലാ ആളുകളും എന്തുണ്ട് ഇതിലുണ്ട്. BA എടുക്കുന്നവരുണ്ട്, BSc എടുക്കുന്നവരുണ്ട്, BTech ഉണ്ട്. പിന്നെ B.Edനുള്ള പിന്നെ എന്താ പറയാ, അതിന്റെ കോഴ്സ് എന്താ പറയാ, BA B.Ed അല്ലെ, അല്ലെങ്കിൽ BSc B.Ed, ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ITEPന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. അതുപോലെ തന്നെ BBA അടക്കമുള്ള കോഴ്സുകൾ എടുക്കുന്നവരുണ്ട്. ഇനി ഓൺലൈനിലും ചില ആളുകളൊക്കെ നമ്മളോടൊപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓറിയന്റേഷൻ അപ്പുറത്തേക്ക് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും അതോടൊപ്പം ഓവറോൾ നമ്മൾ എന്തിനാണ് ഈ വിദ്യാഭ്യാസമൊക്കെ നേടുന്നത്, നമ്മൾ എന്തിനാ പുറത്തേക്ക് പോകുന്നത്, പഠിക്കുന്നത് എന്തിനാ നമ്മൾ പഠിക്കുന്നത്, എന്താ ശരിക്കും ഈ പഠനം നടത്തുന്ന ഉദ്ദേശം? നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ +2 കഴിഞ്ഞു അല്ലെ, നമ്മൾ ഇതുവരെ പഠിച്ചു, +2 വരെ പഠിച്ചു വന്നു. ഇനി നമ്മൾ ഡിഗ്രിക്കോ മറ്റോ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. എന്താണ് ഇതിന്റെ ലക്ഷ്യം? വൈ? ഓക്കെ. അതും എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഈ സ്ഥാപനങ്ങൾ ഒരുപാട്. BA പൊളിറ്റിക്സ് ഇവിടെ കോട്ടക്കൽ ചുറ്റുഭാഗത്ത് ഇഷ്ടം പോലെ സ്ഥാപനങ്ങളില്ലേ? ഉണ്ടല്ലോ അല്ലെ, മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, ഇനി അതല്ലെങ്കിൽ കേരളത്തിലും ഒക്കെ ഉണ്ട്. എന്തിനു നമ്മൾ പഠിക്കുന്നു? അല്ലെങ്കിൽ എന്തിനാ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നത്? ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? എങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കിട്ടണം. ഓക്കെ, ഗുഡ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിന്ന് ഓക്കെ, നമ്പർ 1 ഒന്ന് നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നു. വേറെ എന്തൊക്കെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിന്ന് ലഭിക്കും? സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂ ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ ഉണ്ട്, ഓഫ് കോഴ്സ്. പിന്നെ വെരി ഗുഡ്. കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള റിസോഴ്സ്, യെസ്. അവിടുന്ന് നമുക്ക് ഫർദർ എക്സ്പോഷർ നന്നായിട്ട് കിട്ടും. ഇപ്പോൾ പിന്നെ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ കോമ്പറ്റീറ്റീവ് എക്സാം സെന്ററുകൾ ഉണ്ടാവും. ഇപ്പോൾ അലിഗറിലാണെങ്കിൽ റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാദമി, സിവിൽ സർവീസിനും ജുഡീഷ്യൽ എക്സാമിനും എല്ലാത്തിനും, ജാമ്യയിലുണ്ട്, DUലുണ്ട്, JNUലുണ്ട്, എല്ലാത്തിലുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഇത്തരം എക്സ്പോഷറുകൾ കൂടി ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. പിന്നെ എന്തൊക്കെയാ? പ്ലേസ്മെന്റ്. വെരി ഗുഡ്. പ്ലേസ്മെന്റ്, ബെറ്റർ പ്ലേസ്മെന്റ്, നല്ല കമ്പനികൾ എന്ത് ചെയ്യും, അതിലേക്ക് എത്തും. പിന്നെ പ്രത്യേകിച്ച് BTech ഒക്കെ പ്ലേസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ BTech മാത്രമല്ല, എല്ലാ കോഴ്സിലും എന്ത് ചെയ്യും, ഇവിടെ ഇപ്പോൾ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ എന്ന് പറഞ്ഞിട്ടൊരു സെൽ ഉണ്ടാവും. അതില് മികച്ച കമ്പനികൾ അവിടെ വരും. പ്ലേസ്മെന്റ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. പ്ലേസ്മെന്റ് വേണ്ടാത്തവർക്ക് ഹയർ സ്റ്റഡീസിന് പോവാം, നോ ഇഷ്യൂസ്. പക്ഷെ പ്ലേസ്മെന്റ് സെൽ ഉണ്ടാവും. അത്ര ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാവും. പിന്നെ വേറെ എന്തൊക്കെയാ? വേറെ എന്ത് ബെറ്റർ ആയിട്ട് എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഉള്ളത്? ഫീസ് കുറവാണ്. വെരി ഗുഡ്. ഫീസ് വളരെ കുറവാണ്. ശരിയാണ്. പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് B.Edന് ഞാൻ അലിഗറിന്റെ മലപ്പുറം ക്യാമ്പസിൽ ഞാൻ ഫീസ് കൊടുത്തത് 9,000 രൂപയ്ക്കാണ് ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയറിൽ 5,000, അതിന്റെ പകുതി. ഓക്കെ. എത്ര ഇവിടെ കേരളത്തിൽ കൊടുക്കേണ്ട ആ സമയത്ത്? ഗവൺമെന്റ് സീറ്റ് വളരെ കുറവേ ഉള്ളൂ. അതല്ലാത്ത എല്ലാ കോഴ്സിലും പിന്നെ ഇപ്പോ കൊടുക്കുന്ന ഫീസ് മാനേജ്മെന്റ് ആണെങ്കിൽ 1,20,000 രൂപയോളം ഫീസ് വരുന്നുണ്ട്. നോർമൽ 90,000 എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ B.Ed കോഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ആ സ്ഥാനത്താണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പേരെന്താ, സെന അഡ്മിഷൻ എടുക്കുകയാണ്. BA B.Ed അല്ലെങ്കിൽ BSc B.Ed അതിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ പിന്നെ വളരെ കുറഞ്ഞ ഫീസ്. അതിൽ JNUലൊക്കെ വളരെ മിനിമൽ ആയിട്ടുള്ള ഫീസേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഫീസ് കുറവാണെന്നുള്ള സിറ്റുവേഷൻ ആണുള്ളത്. ഓക്കെ. അലിഗറിലൊക്കെ MBBSന് പഠിക്കണമെങ്കിൽ കോടികൾ കൊടുക്കണ്ടേ പ്രൈവറ്റ് ആയിട്ടൊക്കെ അല്ലേ? ഗവൺമെന്റ് മെഡിക്കൽ സീറ്റുകളിലവിടെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കാൻ MBBSന്റെ ഫീസ് 20,000 രൂപ പെർ ഇയർ. ഓക്കെ. അതിൽ തന്നെ അവസാനത്തെ വർഷം നമുക്ക് ഹൗസ് സർജൻസി തന്നെ അതിലേറെ മന്ത്ലി ഇൻകം എന്ത് ചെയ്യും, നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ BTech പോലത്തെ കോഴ്സിനൊക്കെ വളരെ കുറഞ്ഞ ഫീസ്. MBA നമുക്ക് ഇവിടെ കേരളത്തിൽ ഒരു MBA ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും IIM അടക്കമുള്ളതിൽ നല്ല ഫീസാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇത്തരം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ MBA ചെയ്യണമെങ്കിൽ വളരെ കുറഞ്ഞ ഫീസ്, ഈ പറഞ്ഞ 10,000-20,000 രൂപക്കുള്ളിൽ ഒരു വർഷം ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ ഫീസ് അടക്കമാണ് അതെല്ലാം വരുന്നത്. പിന്നെ സെക്കൻഡ് ഇയർ ആകുമ്പോൾ അതിന് നേരെ പകുതി.
അത്ര ഫീസ് വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാ ബെറ്റർ ആയിട്ടുള്ള? ഇപ്പൊ ഫീസ് കുറവാണ്, നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്, സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്, പ്ലേസ്മെന്റ് ഉണ്ട്. ഇവിടെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? എന്താ പറഞ്ഞിരുന്നത്? ഓക്കെ, ഫീസ് കുറവാണ്. വേറെന്താ ബെറ്റർ? എന്താ മെച്ചം അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ? ഓക്കെ, എന്തിനാണ് എഡ്യൂക്കേഷൻ എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്, അല്ലെ? മനസ്സിലായില്ലേ? നമുക്ക് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് എന്താ കിട്ടേണ്ടത്? അതിലൂടെ നമ്മൾ എന്തിനാ ഈ പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിക്കാറില്ലേ, അല്ലെ? എന്താ പഠിക്കണത് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ BA അല്ല, എന്തിനാ പഠിക്കണത് എന്ന് ചോദിക്കുമല്ലോ, അല്ലെ? എന്തിനാ പഠിക്കണത് ശരിക്ക്? ഏറ്റവും പ്രൈം എല്ലാവരും പറയുന്നത് എന്താ? ഒരു ജോബ് കിട്ടണം, അല്ലേ? ഓക്കെ, ജോബ് കിട്ടണം. പിന്നെ ആ ജോബ് കിട്ടണമെങ്കിലും ജോബ് കിട്ടൽ മാത്രമാണോ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? അല്ല. പിന്നെ എന്തൊക്കെയാ? ജോബ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ് നമ്മുടെ മുന്നിൽ. മറ്റെന്തൊക്കെ ലക്ഷ്യങ്ങളുള്ളത്? ജോബിനേക്കാളും പ്രധാനമായ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടോ ഈ വിദ്യ നേടുന്നതിലൂടെ? ഉണ്ടോ? പിന്നെ ഞാൻ അതിലേക്ക് വരാം, എന്നെ ഓർമ്മയാക്കണേ. ഓക്കെ, ഞാൻ BCom ആണ് എൻ്റെ ഡിഗ്രി. ഓക്കെ, കോഴിക്കോട് ഫറൂഖ് കോളേജിലായിരുന്നു. +2 നല്ല പഠിച്ച് നല്ല മാർക്ക് കിട്ടി. പിന്നെ അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലേക്കൊക്കെ ശ്രദ്ധ കൂടുതലൊക്കെ പോയി. ഒരു PGക്ക് അഡ്മിഷൻ എടുക്കാനുള്ള മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല, അതായത് റെഗുലർ ആയിട്ട്. ഞാൻ എന്നിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്തു? PGക്ക് ജോയിൻ ചെയ്തു. എൻ്റെ മനസ്സിൽ അന്നത്തെ സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നില്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഒരു ഓപ്ഷൻ അന്ന് വരുന്നില്ല. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഓക്കെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഇന്ന് നിങ്ങൾ +2 സമയത്ത് തന്നെ നിങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ +2 റിസൾട്ടിനെ കുറിച്ച് യാതൊരു ആശങ്കയും വേണ്ട. അതിനി 90% ആണെങ്കിലും 60% ആണെങ്കിലും 99, 100% ആണെങ്കിലും സെയിം വാല്യൂ ആണ്. നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കാണ് പോകുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള ഏക ഇത് എന്താണ്? ഈ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ആർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആർക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക? വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക കാറ്റഗറി ഉണ്ട്. ഞാനൊക്കെ അങ്ങനെയായിരുന്നു വിചാരിച്ചത്. ഇതൊക്കെ ക്വാളിഫൈ ചെയ്യാൻ വേറെ ഏതൊക്കെ ഒരു കാറ്റഗറി ആളുകളുണ്ട്, അവരാണ് ഇതൊക്കെ. ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കിതൊന്നും പറ്റിയതല്ല എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ PG ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തു. പിന്നീട് പിന്നെ ഡിസ്റ്റൻസ് PG കഴിഞ്ഞതിന് ശേഷം പിന്നെ M.Com ചെയ്താൽ പിന്നെ നമ്മൾ ടീച്ചിങ്ങിലേക്കാണ് എൻ്റെ ഒരു താല്പര്യം ഉള്ളത്. അപ്പൊ പിന്നെ ഏത് ചെയ്യണം? ടീച്ചിങ് താല്പര്യം ഉണ്ടെങ്കിൽ B.Ed ചെയ്യണം, അല്ലെ? അങ്ങനെയാണ് ആ സമയത്താണ് അലിഗറിന്റെ മലപ്പുറം ക്യാമ്പസിൽ B.Edന്റെ ബാച്ച് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് അപേക്ഷ കൊടുത്തു. എൻ്റെ കൂടെ അപേക്ഷ കൊടുക്കുമ്പോൾ മുതൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട്, നമ്മളൊരു സർക്കിളിലുള്ള ആളുകളോട്, കൂടെ പഠിച്ചവരോട് ജസ്റ്റ് പറഞ്ഞു, ഇതാ അവിടെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്, നമുക്ക് കൊടുക്കല്ലേ എന്ന് പറഞ്ഞു. അവിടെ ഫസ്റ്റ് ആയിട്ട് അവരെന്നോട് പറഞ്ഞു, പിന്നെ അവർ നോക്കിയിട്ട് 500 രൂപ അപേക്ഷാ ഫീസാണ്. ആകെ 3 സീറ്റേ ഉള്ളൂ. 3 സീറ്റേ ഉള്ളൂ. കൊമേഴ്സിന് 3 സീറ്റേ ഉള്ളൂ, എക്കണോമിക്സിന് 3 സീറ്റ്, കൊമേഴ്സിന്. B.Ed എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ BA എന്ന് പറയുമ്പോൾ അതിൽ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടാവും, ഹിസ്റ്ററി ഉണ്ടാവും, എല്ലാ സബ്ജക്റ്റും ഉണ്ടാവും. ഞങ്ങളുടേത് ഒന്നും കൂടി അതിൽ മാത്സ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. 50 കുട്ടികളിൽ പല ബാച്ച് 9-10 സബ്ജക്റ്റുകൾ ഉണ്ട്. അപ്പൊ അതിൽ കൊമേഴ്സിന് ആകെ 3 സീറ്റുള്ളൂ. 500 രൂപ അപേക്ഷാ ഫീസ്, പിന്നെ അലിഗർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ്, പിന്നെ 500 രൂപ, അതുപോലെ 3 സീറ്റ്. വെറുതെ എന്തിനാ 500 രൂപ കളയുന്നത്? ഇപ്പൊ നിങ്ങളോട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും അപേക്ഷ കൊടുക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് ഇങ്ങനെ കോച്ചിങ്ങിന് ചേരുമ്പോൾ പോലും പലതും പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഇപ്പൊ കോച്ചിങ്ങിനൊക്കെ ആവശ്യം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അന്നത്തെ സമയത്ത് ഞാൻ കോച്ചിങ് ഒന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അതിന് അപേക്ഷ കൊടുത്തു, പിന്നെ എൻട്രൻസ് എക്സാം എഴുതി. എന്തോ ഭാഗ്യത്തിന് ആ 3-ൽ ഒരാളായിട്ട് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങളിപ്പോ ഇതുപോലെ ഇരിക്കുന്ന പോലെ ഓറിയന്റേഷൻ, അന്നത്തെ പേര് നമ്മൾ ആദ്യത്തെ ദിവസം കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്താൽ പിന്നെ ഇൻഡക്ഷൻ പ്രോഗ്രാം എന്നാ പറയും. ഇൻഡക്ഷൻ പ്രോഗ്രാം. ആ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ അവിടുത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ B.Ed ആണ്. അപ്പൊ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അലിഗറിലെ പ്രൊഫസർ പർവേസ് സാർ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അതിൽ സാറ് പറയുന്നുണ്ട്, പിന്നെ ആ ഇൻഡക്ഷനിൽ അതിന്റെ ഒരു ഇനാഗുറൽ അഡ്രസ്സിൽ സാറ് പറയാണ്, നിങ്ങൾ അലിഗർ എന്ന യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 150ഓളം വർഷം പഴക്കമുള്ള വലിയൊരു യൂണിവേഴ്സിറ്റിയാണത്. അവിടുത്തെ ട്രഡീഷൻസ്, അവിടെ കുറെ ട്രഡീഷൻസ് ഉണ്ട്. അദ്ദേഹം അങ്ങനെ പറയാം, ട്രഡീഷൻസ്, ചില സംസ്കാരങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ, പിന്നെ ട്രഡീഷൻസ് അവിടെ ഒരുപാടുണ്ട്. അതിൽ
പിന്നെ ഒരു നമ്മൾ സാധാരണ ഒരു കോളേജ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ റാഗിങ് എന്നുള്ളത് ഇങ്ങനെ അല്ലെ ആലോചിക്കൂല അതിനെ കുറിച്ചിട്ട്. അപ്പൊ അദ്ദേഹം പറയാണ് സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ സഹായിച്ചുകൊണ്ടിരിക്കും. റാഗിങ് എന്നുള്ള സംഭവം ഇല്ല, അതിനെക്കുറിച്ച് പറയുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ സീനിയർ വിദ്യാർത്ഥിക്ക് തനിക്കൊരു പ്രശ്നമുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം മാറ്റി വെച്ചുകൊണ്ട് എന്റെ ജൂനിയറിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിന്റെ കൂടെ നിന്ന് കൊടുക്കും എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോ എനിക്ക് ഉള്ളിൽ അന്ന് തോന്നിയ ഒരു ആഗ്രഹം, BEd ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയ ഒരു ആഗ്രഹമാണ് ഒന്ന് പഠിക്കണല്ലോ അവിടെ പോയിട്ട് എന്നുള്ളത്. അപ്പോ പിന്നെ എനിക്ക് ആകെ നിങ്ങളെ പോലെ +2 കഴിഞ്ഞ് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, PhD അതൊന്നുമില്ല. ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ് BEdും കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു ആഗ്രഹം, പിന്നെ ഏതാ കോഴ്സ് ഉള്ളത് നോക്കി. അപ്പൊ ഉള്ള കോഴ്സാണ് പിന്നെ ആ സമയത്ത് വന്ന ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം എന്നുള്ളതാണ് എൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റി യാത്രയുടെ തുടക്കം എന്ന് ഞാൻ പറയും. നമ്മളെ ഡ്രീമാണ് എല്ലാ തുടക്കങ്ങളും. എന്ത് സംഭവിക്കണമെങ്കിലും ആദ്യം നമുക്കൊരു ഡ്രീം ഉണ്ടാകും. നിങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളതും ഓൺലൈനിൽ കുറെ പേര് ഇരിക്കുന്നതും ഒക്കെ ആ ഡ്രീമിന്റെ ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലാവും. അല്ലെ, അങ്ങനെ തന്നെയല്ലേ? ആ ഒരു സ്വപ്നത്തിന്റെ ഭാഗമായിട്ടാണല്ലോ. അപ്പോ അങ്ങനെയാണ് പിന്നെ ഓക്കെ, അങ്ങനെയാണ് അലിഗർ എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിലേക്ക്. മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഞാൻ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ആ സമയത്ത് കേട്ടിട്ടില്ല. ഓക്കെ, കേൾക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇതാണ്. അതിനെ കുറിച്ച് അപ്പോഴാണ് പിന്നെ ഞങ്ങളെ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം വൈകിട്ടാണ് ഇവിടെ തുടങ്ങിയത്. ഈ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എംഎഡിന്റെ എൻട്രൻസ് എക്സാം നടക്കുന്നത്. ഓക്കെ, മെയ് മാസത്തിൽ. എൻട്രൻസിന്റെ സിലബസ് മേജർ ആയിട്ടും BEd ബേസ് ചെയ്ത്, ഞങ്ങൾ BEd കഴിഞ്ഞിട്ട് പോലില്ല. ആഗ്രഹമുണ്ട്, നമ്മൾ അവിടെ അലിഗറിൽ പോയി എൻട്രൻസ് എഴുതി. പിന്നെ ഇത് താജ്മഹലിന്റെ ഏകദേശം 2 മണിക്കൂർ അടുത്താണ്. ഒരു 80 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്താൽ താജ്മഹലിൽ എത്താം. എനിക്ക് താജ്മഹൽ കാണാൻ നല്ല ആഗ്രഹമുണ്ട്, അവിടെ പോകണം എന്ന് താല്പര്യമുണ്ട്. ഡൽഹിയിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം, റെഡ് ഫോർട്ടും അതുപോലെ ഇന്ത്യ ഗേറ്റും ഒക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ട് ഡൽഹിയിലേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു ആവശ്യത്തിനാണെങ്കിൽ പോലും, അപ്പോ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കിയാലോ. അപ്പം പറഞ്ഞു ഇന്ന് നീ പഠിക്ക്, ഇവിടെ അഡ്മിഷൻ എടുത്താൽ നിനക്ക് എന്നും പോയി വരാലോ എന്നും പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവസാന ഘട്ടത്തിൽ ഒന്നും കൂടി പ്രിപ്പയർ ചെയ്ത് ആ എക്സാം എഴുതി. അവിടെയും എംഎഡിന് അഡ്മിഷൻ കിട്ടി. ഇപ്പോഴൊക്കെ നമ്മളെ കൂടെ കുറെ പേര് എഴുതിയിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും കിട്ടിയിട്ടില്ല. പക്ഷെ അതിൽ പെട്ടു. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇതൊക്കെ ആർക്കോ ഉള്ളതാണ്, ഇതിനു വേണ്ടി കുറെ ആളുകൾ ഉണ്ട് എന്നൊക്കെയാണ്. പക്ഷെ ഒന്നുമല്ല, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും എന്നുള്ളതാണ്. ഈ ചിത്രം നേരത്തെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ട്. ഇന്നല്ലാതെ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്റെ കൂടെ ഉണ്ടല്ലോ അല്ലെ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചിത്രം ഏതാ? അലിഗഡാണോ? അതെ, അലിഗഡിന്റെ ഹോസ്റ്റൽ കെട്ടിടാണിത്. ഇതൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇത് ആദ്യത്തെ ക്യാമ്പസ് ഈ ഭാഗത്തായിരുന്നു. പിന്നീട് ഇതൊക്കെ ഹോസ്റ്റലായിട്ട് മാറി. ക്യാമ്പസ് പിന്നീട് ആകെ വികസിച്ച സമയത്ത് എത്ര ഏക്കർ സ്ഥലത്ത് അലിഗർ വ്യാപിച്ചു കിടക്കുന്നറിയോ? കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? എത്രയാ പറഞ്ഞോ, ഏകദേശം ഗസ് ചെയ്താൽ മതി. 500? എത്ര? 1150 ഏക്കർ സ്ഥലത്താണ്. നമ്മൾ ഈ ഒരു കോട്ടക്കൽ പ്രദേശം എങ്ങനെ എടുത്താൽ അങ്ങനെ പറയാം. ഇത് കണ്ടില്ലേ, ലിട്ടൺ ലൈബ്രറി എന്നിങ്ങനെ കണ്ടില്ലേ? പഴയ ലൈബ്രറിയാണ്, ലോർഡ് ലിട്ടന്റെ പേരിലുള്ള പഴയ ലൈബ്രറിയാണ്. ഇത് കോമൺ റൂമാണ്, കോമൺ റൂം SS ഹാൾ. ഈ കോമൺ റൂമില് എല്ലാ സൗകര്യവും, ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഇതിന്റെ ചുറ്റുഭാഗം ബിൽഡിങ്ങുകളാണ്. ഇതിന്റെ നടുവിലാണ് ഇപ്പൊ ഈ പറഞ്ഞ, ഇതിന്റെ സൈഡിലൂടെ റോഡുകൾ ഉണ്ട്, അതിന്റെ സെൻട്രൽ ഗ്രൗണ്ടുകൾ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അറ്റത്ത് പള്ളി ഉണ്ട്. ഏറ്റവും സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അലിഗർ സ്റ്റാർട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. അദ്ദേഹം ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും ഒക്കെ വിസിറ്റ് ചെയ്ത് അവിടെ പോയി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിട്ട് അദ്ദേഹം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവിടെ ഓക്സ്ഫോർഡിൽ കാണുന്നത് പള്ളിയാണ്, ചർച്ച്. അപ്പൊ അതുപോലെ ഇതിന്റെ പിന്നിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്, വില്ലിംഗ്ടൺ പവലിയൻ. അവിടെയും അതുപോലെ അവിടെ ചർച്ചിന് പിന്നിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. അപ്പൊ അതുപോലെ അദ്ദേഹം
അതുപോലെ ഇവിടെയും സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ പള്ളി, ഇതിന്റെ ബാക്കിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്, പിന്നെ ഹോക്കി സ്റ്റേഡിയം, ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ ഇതിന്റെ ബാക്ക് സൈഡിലുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ അന്ന് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റി, ഇതില് ഈ ഹാളില് പിന്നെ ഒരു 600-700 ആളുകൾ ഈ ഒരു ഹാളിൽ താമസിക്കും. ഇപ്പൊ അവിടെ ഹാൾ എന്ന് പറയുന്നത് പിന്നെ ഇത് നമ്മളിപ്പോ ഈ ഒരു ഇതൊരു ഹോസ്റ്റൽ എന്ന് നമുക്ക് എടുക്കാം. ഒരു ഹോസ്റ്റലിൽ ഏകദേശം ഒരു 200-300 പേര് ഒരു ഹോസ്റ്റലിൽ, ഒരു 4 ഹോസ്റ്റലുകൾ ഇങ്ങനെ കൂടിയതായിരിക്കും ഒരു ഹോസ്റ്റൽ, ഒരു ഹാള് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അവിടുത്തെ റെസിഡൻഷ്യൽ സിസ്റ്റം. ഈ കോമൺ റൂമിൽ എല്ലാ സൗകര്യവും, നമുക്ക് ടി വി കാണാൻ, വൈകുന്നേരങ്ങളിലൊക്കെ പോയി ടി വി കാണാൻ, പത്രം വായിക്കാൻ, പിന്നെ ഒന്ന് റിഫ്രഷ് ചെയ്തിരിക്കാൻ, ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ കളിക്കാൻ, ടേബിൾ ടെന്നീസ്, ചില ഇതില് സ്നൂക്കർ, അങ്ങനത്തെ ഗെയിമുകൾ, അല്ലെങ്കിൽ ക്യാരംസ്, പിന്നെ പത്രം വായിക്കാം, പിന്നെ ചെറിയ ചെറിയ ചെസ് പോലത്തെ ചെറിയ ഗെയിമുകൾ, ഇങ്ങനെയുള്ള ഒരു എല്ലാവർക്കും വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, അതാണ് ഈ കോമൺ റൂം എന്ന് പറയുന്നത്. പിന്നെ ഇത് ലോർഡ് സ്പാച്ചയുടെ പേരിലുള്ള ഹാളാണ്. ഇതിന്റെ തൊട്ടടുത്തുള്ള റൂമിലായിരുന്നു ഞാൻ ഒരു ഏകദേശം 2 വർഷത്തോളം താമസിച്ചിരുന്നത്. അതിന്റെ അടുത്തുള്ള ഇതാണ് സർ സെയ്ദ് ഹാൾ, ഏറ്റവും പഴയ ഹാളും സർ സെയ്ദിന്റെ പേരിൽ തന്നെയുള്ള പിന്നെ ഏറ്റവും പഴയ ഹാള് അലിഗറിന്റെ. ഓക്കെ, പിന്നെ ഇത് ഞാനിതിലേക്ക് പോകുന്നില്ല. ഞങ്ങളോട് ചോദിച്ചത് എന്തിനാണ് എഡ്യൂക്കേഷൻ, എന്താ നമുക്ക് കിട്ടേണ്ടത്, നിങ്ങൾ ഇവിടുന്ന് പഠിക്കുമ്പോഴും അവിടുന്ന് പഠിക്കുമ്പോഴും എന്ത് വ്യത്യാസമാണ് ഓവറോൾ ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾ പല ഉത്തരങ്ങളും പറഞ്ഞു. അത് തന്നെയാണ് പിന്നെ അതിന്റെ ഒരു ഇതെന്നുള്ളത്. ഓവറോൾ പക്ഷെ നമുക്ക് കിട്ടേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ്. 3C എന്ന് പറയാം. കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പിന്നെ ഈ 3 കാര്യങ്ങളും ഇതിന്റെ ഡെപ്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പൊ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതിലാണോ, ഇപ്പൊ ഇയാൾ പൊളിറ്റിക്കൽ സയൻസോ ആണെങ്കിൽ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൽ എക്സൽ ആവാൻ വേണ്ട കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, അത് ആ ഫീൽഡ് എന്നുള്ളത് പ്രൊഫഷൻ മാത്രമല്ല, ലൈഫിലും ഒരു കോൺഫിഡൻസ് കിട്ടണം, അല്ലെ? കോൺഫിഡൻസ് വേണ്ടേ? ഒരു ഡോക്ടർ എല്ലാം പഠിച്ചു, പക്ഷെ അയാൾക്ക് സർജറി ചെയ്യാൻ പേടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അയാൾക്ക് ആ ഒരു പ്രൊഫഷനിൽ കോൺഫിഡൻസ് ഉണ്ടോ? ഇല്ലല്ലോ, അല്ലെ? പിന്നെ ഞാന് അറിവൊക്കെ നേടുന്നുണ്ട്, എനിക്കത് ആളുകളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെയും ചില ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, അല്ലെ? ഇത് പറ്റില്ലേ, നമുക്ക് പറ്റില്ലേ? ഏറ്റവും ആളുകളെ ഫേസ് ചെയ്യാൻ എത്രയും പേടിയും മടി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഫറൂഖ് കോളേജിൽ നിന്നാണ് കുറെയൊക്കെ അത് മാറ്റിയെടുക്കുന്നത്. പിന്നീട് അലിഗറിൽ എത്തുമ്പോൾ പിന്നെ അതിലേറെ നമുക്ക് അവസരങ്ങൾ കിട്ടി, നമ്മളത് മാറ്റിയെടുക്കാണ് സ്വയം. ആദ്യം നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നണം മാറ്റണം, ഇതിങ്ങനെ പോരാ എന്നുള്ളത്. അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈസിയാണ്. അപ്പൊ കോൺഫിഡൻസ് വേണം എല്ലാത്തിനും. ഇവിടെ ഈ കോൺഫിഡൻസ് നമ്മളെ ലൈഫിലേക്കൊക്കെ വന്നൊരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ അലിഗറിൽ പഠിച്ചു വന്നതിന് ശേഷം. ഞാൻ അലിഗർ മാത്രം പറയുന്നത് ഞാൻ അവിടെ പഠിച്ചുകൊണ്ടാണ്. ഇത് എല്ലാ യൂണിവേഴ്സിറ്റികളും ഓൾമോസ്റ്റ് ഏകദേശം ഇതുപോലെ ആയിരിക്കും. ഇപ്പം JNU എന്ന് പറയുന്നത് 1000 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ ക്യാമ്പസാണ്. ജാമിയ മില്ലിയും ഇതുപോലെ വലിയ ക്യാമ്പസാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇതിനേക്കാൾ വിസ്തൃതിയിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മൾ ഇവിടുന്ന് പോയി കഴിയുന്ന സമയത്ത് നമുക്ക് ഇവിടെ കേരളത്തിൽ പഠിച്ച ഒരു കുട്ടിയേക്കാൾ കൂടുതൽ കോൺഫിഡൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ട്, സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്, ഇങ്ങനെയുള്ള കോൺഫിഡൻസുകൾ സെപ്പറേറ്റ് ഉണ്ട്. അതിന് പുറമെ ഇപ്പൊ ഇവിടെ പഠിച്ചൊരു കുട്ടിയും അലിഗറിൽ പഠിച്ച, അല്ലെങ്കിൽ ജാമിയയിൽ പഠിച്ച, അല്ലെങ്കിൽ JNUവിൽ പഠിച്ച, ഹൈദരാബാദിൽ പഠിച്ച ഒരു കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവര് ഫേസ് ചെയ്യുന്ന റിയാലിറ്റീസ് വ്യത്യാസമുണ്ട്. ഇവിടെ പഠിച്ച് ഇവിടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാതെ വീട്ടിൽ നിന്ന് തന്നെ പോയി വന്ന് പഠിച്ചൊരു കുട്ടിയും അവിടെ പോയി നിന്ന് പഠിച്ച കുട്ടിയും അവർ ലൈഫിനെയും പ്രൊഫഷനെയും സമീപിക്കുന്നതും കാണുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. എന്തൊക്കെ കാരണങ്ങളെ കൊണ്ടറിയോ? ഒന്ന്, നമ്മുടെ ഭാഷയല്ല അവിടെ, നമ്മൾ പുതിയ ഭാഷയിലേക്ക് എക്സ്പോസ്ഡ് ആവുകയാണ്, അല്ലെ? ഞാൻ അവിടെ പോയി പഠിക്കുമ്പോൾ, ഞാൻ മലപ്പുറം ക്യാമ്പസിൽ പോയപ്പോൾ പിന്നെ അവിടെ കുറച്ച് ഹിന്ദിക്കാരും പിന്നെ കുറച്ച് മലയാളികളും ഉള്ളത്. ഓക്കെ, ടീച്ചേഴ്സും അതുപോലെ തന്നെ ഹിന്ദിക്കാരും മലയാളികളും. ഹിന്ദിക്കാർക്ക് മലയാളം അറിയില്ല, നമുക്ക് ഹിന്ദി അറിയില്ല. പിന്നെ ഏതാ കോമൺ ലാംഗ്വേജ്? ഇംഗ്ലീഷ്. ടീച്ചേഴ്സ് ക്ലാസ് ഇംഗ്ലീഷ്. ആ 8 മാസം കൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ഒരുപാട് ബെറ്റർ ആയി. ഓക്കെ, ഞാനൊരു മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആയിരുന്നു, പക്ഷെ നമുക്ക് ലാംഗ്വേജ് ആ നിലക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും നമുക്ക് മനസ്സിലാക്കാൻ എല്ലാത്തിനും വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അതിനുശേഷം അലിഗറിൽ മെയിൻ ക്യാമ്പസിൽ പോയി. അവിടെ പോയപ്പോൾ
ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ നമുക്ക് സംസാരിക്കാൻ, ഞാൻ അവിടെ യൂണിയനിലും അതിന്റെ ഭാഗമായിട്ട് ഇലക്ഷനും ഇതിന്റെ ഭാഗമൊക്കെ ആയിട്ട് നിന്ന സമയത്ത് നമുക്ക് ഹിന്ദി അല്ലെങ്കിൽ ഉറുദു ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് അവിടെ വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു, ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ B.Ed കോഴ്സാണ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, എല്ലാ സബ്ജക്റ്റിൽ നിന്നുള്ളവരുണ്ടാവും. അപ്പോൾ B.Ed ഉറുദു കഴിഞ്ഞ കുട്ടികൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. M.Ed അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് എന്ത് ചെയ്യും, ക്ലാസ് കഴിഞ്ഞ അവസാനം ഒരു 10 മിനിറ്റ് ട്യൂഷൻ എടുപ്പിക്കും. ചെറിയ ചെറിയ ഗ്രാമർ പോയിന്റ്. ഇപ്പൊ മേ എന്ന് പറയുമ്പോൾ അവസാനം എന്താ, മേ ഹൂ അല്ലെ. മേ എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അല്ലേ, ഹാ എന്നാണോ ഹീ എന്നാണോ പിന്നെ ഹോ എന്നാണോ പറയേണ്ടതെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ അല്ലെ. നിങ്ങൾക്ക് ഉണ്ട് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ തും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തും കൈസേ ഹോ അല്ലെ, തും കൈസേ ഹേ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ അല്ലെ. അത് അപ്പൊ ഈ ഗ്രാമർ പാട്ട് എന്ത് ചെയ്യും, ഞാൻ ഇവരെ കൊണ്ട് ട്യൂഷൻ എടുപ്പിക്കും. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എന്തെങ്കിലും ചെറിയ ഭാഗങ്ങൾ. ഇത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഇത് കിട്ടിയോടുകൂടി പിന്നെ ഞാൻ ഹിന്ദിക്കാരുടെ റൂമിലാണ് താമസിക്കുന്നത്. അവിടുന്ന് എന്ത് ചെയ്യും, അവരെ സംസാരങ്ങളും കാര്യങ്ങളും പുതിയ പുതിയ വേർഡ്സ് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ഒരു 3, 4, 5, 6 മാസം കൊണ്ട് എൻ്റെ ലാംഗ്വേജ് ഹിന്ദി ഉറുദു അത്യാവശ്യം മനസ്സിലാവുന്ന രൂപത്തിൽ എന്ത് ചെയ്തു ഇതാക്കി. ഇപ്പോ ഞാൻ അവിടെ പോയിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് മനസ്സിലാവില്ല ഞാൻ ഹിന്ദിക്കാരനാണോ മലയാളിയാണോ. കാരണം അവരുടെ ഭാഷ ആ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളത്. അത് ഇപ്പൊ മനസ്സിലായില്ലേ, മലപ്പുറം സെന്ററിൽ നിന്ന് ഹിന്ദി അറിയാതെ പോയ ഞാൻ അത് പഠിച്ചെടുത്തുന്നില്ല. ഭാഷ നമ്മൾ പുതുതായിട്ട് നമുക്ക് പഠിക്കും. നമുക്ക് ഈ ഹിന്ദിയും ഇംഗ്ലീഷും ഈ മലയാളം ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെയും പോവാം. മലയാളികൾ എല്ലായിടത്തും എല്ലാവരും ഉണ്ടല്ലോ അല്ലെ, നമുക്കത് ഈസിയാണ് എന്നുള്ളതാണ്. പിന്നെ അവിടെ നമുക്ക് നമ്മൾ അറിയാതെ ഒരു കോൺഫിഡൻസ് നമ്മളുടെ ഉള്ളിലേക്ക് വരും. പുതിയ ഭക്ഷണ രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ ഹൈദരാബാദിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഇവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് പുതിയ ഭക്ഷണ രീതിയാണ്. നമ്മൾ ഇവിടെ കഴിക്കുന്ന അരിയല്ല അവിടെ അവർ ചോറ് ഇത് വെക്കുന്നത്. അതുകൊണ്ടല്ല, എന്താണ് നമ്മൾ ഇവിടെ ഏത് അരി വെച്ചിട്ടാ വെക്കുന്നത്, ചാക്കേരി ആണല്ലോ അല്ലെ. അവിടെ പച്ചരി കാണുന്നത്. അതുപോലെ തന്നെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് അരിയല്ല, ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് പിന്നെ അലിഗറിൽ നമ്മളെ ഇത് ഫ്രീ ആണ്. ഡൈനിങ് ഡൈനിങ് ഫ്രീ അല്ല, ഡൈനിങ് പിന്നെ വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ, 1500 രൂപ പെർ മന്ത്. ഹോസ്റ്റൽ അക്കോമഡേഷൻ ഫ്രീ ആണ്. ഹോസ്റ്റലിൽ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. ഫ്രീ വൈഫൈ, ഫ്രീ വെള്ളം, എല്ലാ കാര്യങ്ങളും ഫ്രീ. ഹോസ്റ്റലിൽ നമുക്ക് ഫ്രീ. ഭക്ഷണത്തിന് മാത്രം ഞാൻ അന്നൊക്കെ കൊടുത്ത 900-1000 രൂപയ്ക്കാണ്. ഇപ്പൊ അതിങ്ങനെ ഒരു 100 രൂപയൊക്കെ വർഷം എന്ത് ചെയ്യും, അത് ചിലപ്പോൾ ആഡ് ആയിട്ട് വരും. ഇപ്പൊ 1500-ലൊക്കെയാണ് പിന്നെ അത് നിൽക്കുന്നത്. പിന്നെ ഇതില് നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ ആദ്യത്തെ ഒരു മാസം നമുക്ക് ഏതും പറ്റൂല. റായ്ത്ത അല്ലെങ്കിൽ പിന്നെ നമ്മളെ അതിന്റെ പരിപ്പിന്റെ എന്താ പറയാ, ദാല്, ഇതൊക്കെയാണ് നമ്മളെ മുന്നിൽ വരിക. നമുക്കിതൊന്നും കഴിക്കാനും തോന്നൂല. പിന്നെ പക്ഷെ അത് കഴിച്ച് നമ്മൾ ശീലമായി കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ 2-3 മാസം കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇതായി. ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതില്ല. നാട്ടിൽ വരുമ്പോഴും അത് കിട്ടണം എന്നായിരിക്കും പിന്നെ തോന്നുക. ആദ്യത്തൊക്കെ നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ ഭക്ഷണം ഒന്ന് കിട്ടിയെങ്കിൽ എന്നൊക്കെ വിചാരിക്കും. പിന്നീട് നമ്മൾ അവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇതിൽ ആദ്യത്തെ തന്നെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഭക്ഷണം ഉണ്ടാക്കുക, അവര് കടുകെണ്ണയിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവിടെ തന്നെ ടേസ്റ്റിന്റെ വ്യത്യാസം തുടങ്ങും, ഇതിന്റെ ടേസ്റ്റിന്റെ മാറ്റം തുടങ്ങും. അവരെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെ. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന മലപ്പുറം ക്യാമ്പസിലുള്ള ഹിന്ദിക്കാരായ ആളുകൾ അവർ കടുകെണ്ണയിൽ ഉണ്ടാക്കി വന്നവരാണ്. അവർക്ക് ഈ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഈ ഭക്ഷണം കൂടി നമ്മൾ ഒരു വർഷം കഴിഞ്ഞോടുകൂടി ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാം എന്നുള്ളതായി. നമുക്ക് പ്രശ്നമില്ല. പിന്നെ നിങ്ങള് പിന്നെ ദഹി എന്ന് കേട്ടിട്ടില്ലേ? ദഹി എന്ന് പറഞ്ഞാൽ തൈരില് ജിലേബി കൂട്ടി കഴിക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട് അവിടെ. ഇതെന്താ സംഭവം എന്നില്ലേ, അല്ലെ? അലുവയും മത്തിക്കറി എന്നൊക്കെ പറഞ്ഞ, പക്ഷെ അതിന്റെ ടേസ്റ്റ് എന്താണെന്നറിയോ? അത് കഴിച്ചോൽക്കേ അറിയുള്ളൂ. അത് നമ്മളുടെ ഒരു ദഹി ഉണ്ടാക്കുന്ന പോലെ ആവില്ല, അതിന്റെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അപ്പൊ ഇതൊക്കെ അതേപോലെ ഒന്ന് ഞാൻ പറഞ്ഞു, ഭാഷ, 2 ഭക്ഷണം, 3 എന്താ, പിന്നെ വസ്ത്രം, ഡ്രസ്സിങ്, പിന്നെ ഓൾമോസ്റ്റ് ഏകദേശം എല്ലായിടത്തൊക്കെ എന്താവും സെയിം ആയിരിക്കും. പക്ഷെ എന്നാലും കൾച്ചറലി പല വ്യത്യാസങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതുപോലെയുള്ള പല തരത്തിലുള്ള പ്രയാസങ്ങൾ, കാലാവസ്ഥ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കിപ്പോ ചൂടൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ചൂട് ഇതിനേക്കാൾ കുറച്ചുകൂടി കഠിനമാണ്. എൻ്റെ ഫസ്റ്റ് ഇയറിൽ മെയ് മാസം അവസാനം, മെയ് 29-നാണ് തോന്നുന്നു. ഇന്നിപ്പോ മാർച്ച് 29 അല്ലേ, ഇന്ന് മെയ് അല്ല, മെയ് 29-നാണ് തോന്നുന്നു.
പിന്നെ വൈവ കഴിഞ്ഞു. എംഎഡിന്റെ 10 മാസത്തെ കോഴ്സാണ്. സെപ്റ്റംബർ ഓഗസ്റ്റിൽ അഡ്മിഷൻ എടുത്തു. മെയ് മാസത്തോടു കൂടി നമ്മളെ വൈവ കഴിയാണ്. വൈവ കഴിഞ്ഞ അന്ന് രാത്രി ഞാൻ ട്രെയിൻ കയറി ഓടി. കാരണം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ചൂട് എന്ന് പറയുമ്പോൾ മെയ് മാസം ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്ക് ഒരു 44-45 ഡിഗ്രിയിലൊക്കെ വരും. എങ്ങനെയാ? ആ ആ ആ ദിവസം ഞാൻ അന്ന് രാത്രി ഓടി. പിന്നെ ഞാൻ അന്നല്ല കേട്ടോ, ഏറ്റവും കൂടുതൽ ചൂട് ജൂൺ ജൂലൈയിലാണ്. അന്ന് നമുക്ക് വെക്കേഷൻ ടൈമാണ്. ജൂൺ ജൂലൈയിലാണ് വെക്കേഷൻ സമയം. ആ സമയത്ത് പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ജൂണിലും ജൂലൈയിലും ഒക്കെ അവിടെ നിന്നിട്ടുണ്ട് എന്റെ PhD സമയത്ത്. എനിക്ക് പിന്നീട് ആ ഒരു വർഷത്തെ ചൂടായിട്ട് തോന്നിയുള്ളൂ. പിന്നീട് എന്ത് ചെയ്തിട്ടില്ല, അതിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെ അവിടുത്തെ ഭക്ഷണ രീതികൾ വരെ മാറും. തണുപ്പ് കാലത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കും ചൂട് കാലത്ത് കഴിക്കുന്ന ഭക്ഷണം ആവില്ല തണുപ്പ് കാലത്ത്. അത് പിന്നെ ചൂട് കാലത്ത് നമ്മൾ ശരീരത്തെ ചൂടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കും, അതൊക്കെ കുറക്കും അല്ലെങ്കിൽ മിനിമലൈസ് ചെയ്യും. ശരീരത്തെ ഉള്ളിൽ നിന്ന് ചൂടാക്കുന്ന തരത്തിലുള്ള ഫുഡായിരിക്കും കഴിക്കുക. ഇതൊക്കെ നമ്മളെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ കിട്ടുന്ന അറിവുകളും നമുക്ക് ഇതിനൊക്കെ ലൈഫിൽ എവിടെ കൊണ്ടുപോയിട്ടാലും നമ്മൾ ജീവിക്കും എന്നതിന് നമുക്ക് തരുന്ന ട്രെയിനിങ്ങുകളാണ്. ഒറ്റ കാര്യം, നിങ്ങൾക്ക് സയൻസുകാരൊക്കെ ഉണ്ടല്ലോ അല്ലെ, ഈ ഡയമണ്ട് എന്ന് കേട്ടിട്ടില്ലേ? ഡയമണ്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ, ഉപയോഗിക്കാറുണ്ടോ? ഈ ഡയമണ്ടിൽ എന്ത് എലമെന്റ് ഉള്ളത്? കാർബൺ ആണല്ലോ അല്ലെ. എത്ര പെർസെന്റേജ് ഡയമണ്ട് കാർബൺ ആണോ? കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? കരി അല്ലേ? അതിനല്ലേ കാർബൺ. പിന്നെ ഈ ഡയമണ്ടിൽ കാർബൺ ഉണ്ട് എന്നാണ് പറയുന്നത്. സയൻസ് കഴിഞ്ഞ അങ്ങനെ തന്നെ അല്ലേ? ഉണ്ടല്ലോ അല്ലെ. ഒരു ചോദ്യം കൂടി, എത്ര പെർസെന്റേജാ ഡയമണ്ടിൽ കാർബൺ ഉള്ളത്? എത്ര പെർസെന്റേജ് ഉണ്ട് ഡയമണ്ടിൽ കാർബൺ? എത്ര പെർസെന്റേജ് ഉണ്ടാവും? എത്ര ഉണ്ടാവും പെർസെന്റേജ്? സയൻസ് ആയിരുന്നല്ലോ പഠിച്ചത്. എത്ര പെർസെന്റേജ് അറിയോ? എന്നാ ഗസ് ചെയ്യാൻ പറ്റുമോ എത്ര ഉണ്ടാവാ? ഏകദേശം 50%? 90%? എഗ്രി ചെയ്യുന്നവരൊന്ന് കൈവയ്ക്കേ. ഞാൻ 3 ഓപ്ഷൻ 100%, അല്ല 90%. ബാക്കി എഗ്രി ചെയ്യുന്നവർ കൈവക്കാം. ഒരാള് കൈവയ്ക്കും. 3. ഓക്കെ, ശരിയാണ്. 90 അല്ല, അതിൽ കൂടുതലുണ്ട്. 100% അല്ലെങ്കിൽ 99.9% കാർബൺ ആണ്. ഡയമണ്ട് എന്ന് പറയുന്ന സാധനം 100 അല്ലെങ്കിൽ പ്യുവർ ഡയമണ്ട് എന്ന് പറയുന്നത് 99.9%. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗൂഗിൾ എടുത്ത് നോക്കാം. എങ്ങനെയാണ് ആർക്കും വേണ്ടാത്ത കാർബൺ എല്ലാവരും ആഗ്രഹിക്കുന്ന ഡയമണ്ടായി മാറുന്നത്? എങ്ങനെയാ അതാവുന്നത്? ആ ഒരു പ്രോസസ് ഉണ്ട്. 1600 ഡിഗ്രി സെൽഷ്യസ് ചൂട്, അത്രയും പ്രഷറിൽ, അത്രയും ചൂടിൽ, പ്രഷറും ടെമ്പറേച്ചറിലും അത് നിൽക്കുമ്പോഴാണ് കാർബൺ എലമെന്റ്സ് ഡയമണ്ട് ആയിട്ട് മാറുന്നത്. അപ്പോ എന്റെ എക്സ്പീരിയൻസ് ഒക്കെ എന്നെ സ്ട്രോങ് ആക്കിയിരിക്കണം. അവിടുന്ന് ഈ പറഞ്ഞ ഭക്ഷണം ആവട്ടെ, ഏത് ടൈപ്പ് ആവട്ടെ, അത്തരമുള്ള എക്സ്പീരിയൻസുകളൊക്കെ എന്നെ സ്ട്രോങ് ആക്കുക. നമ്മളാകുന്ന കാർബണുകൾ അല്ലെ, നമ്മളാകുന്ന കരികൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ വീക്കാ, പല കാര്യത്തിലും വീക്കാ. ചെറിയൊരു മാറ്റം വന്ന് ഇവിടെ കുറച്ചൊന്ന് ചൂട് വന്നാൽ ഈ AC ഒന്ന് ഓഫായാൽ നമ്മൾ അൺകംഫർട്ടബിൾ ആകും. നമ്മളെ ഡയമണ്ടുകളാക്കി മാറ്റുന്ന പ്രോസസ്സാണ് പ്രഷർ. ആ പ്രഷറാണ് അത് ഉണ്ടാവുന്നത്. നല്ലതാണെന്നാണ് പലപ്പോഴും പറയാം. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി അതൊക്കെയാണ് ഈ കോൺഫിഡൻസ് എന്ന പാർട്ടിൽ നമുക്ക് കിട്ടുന്ന കുറെ എലമെന്റ്സ് ആണ്. സത്യം പറഞ്ഞാൽ ഈ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടോ? ഇവിടുത്തെ BCom സിലബസും അവിടുത്തെ BCom സിലബസും ചിലപ്പോൾ സിലബസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുറച്ചും കൂടി, അല്ലെങ്കിൽ രണ്ടും സെയിം ആയിരിക്കും. സിലബസിലല്ല മാറ്റം, ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള മറ്റു ചില എക്സ്പോഷറുകളിലാണ് നമുക്ക് ഉണ്ടാകുന്ന മാറ്റം. കോഴിക്കോട് ഫറൂഖ് കോളേജിൽ പഠിക്കുന്നതും ഇവിടുത്തെ ഒരു പാരലൽ കോളേജിൽ പഠിക്കുന്നതും ചിലപ്പോൾ സിലബസ് ഒന്നായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെയിം സിലബസ് ആയിരിക്കാം. ഓട്ടോണമസ് ആകുമ്പോൾ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ സിലബസും സെയിം അല്ല. BComമാര് പഠിക്കുന്നത് അക്കൗണ്ടൻസി ആണ്, ഇവർ പഠിക്കുന്നത് അക്കൗണ്ടൻസി ആണ്. ഇതിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഇത് കോസ്റ്റ് അക്കൗണ്ട്, ഇതൊക്കെ തന്നെയല്ല പഠിക്കുന്നത്.
നിങ്ങൾ BSc ഫിസിക്സ് ആയാലും കെമിസ്ട്രി തിയറി ഒക്കെ ഒന്നല്ലേ പഠിക്കുന്നത്. എക്സ്ട്രാ കിട്ടുന്ന കുറെ കാര്യങ്ങൾ ഇത് നമ്മളുടെ ഈ കോൺഫിഡൻസ് എന്നുള്ള പാർട്ടിലേക്ക്, ഇത് കോൺഫിഡൻസ് നമ്മളെ ജോലിയിൽ മാത്രമല്ല നമ്മുടെ ഓവറോൾ ലൈഫിൽ പ്രതിഫലിക്കുന്ന കാര്യം. എന്തും ഏറ്റെടുക്കാൻ, എവിടെ ജീവിക്കാൻ, എങ്ങനെ ജീവിക്കാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന കാര്യങ്ങളാണ് ഇത്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഈ കാര്യങ്ങൾ. ക്രിയേറ്റിവിറ്റി നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആവട്ടെ, പിന്നെ അതിലൊക്കെ മുന്നോട്ട് പോവുക മീൻസ് ഈ റൂം ഇങ്ങനെ നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്ക്. ഇവിടെ ഇപ്പൊ ഉള്ള സിസ്റ്റത്തിൽ ഒരു 10 വർഷം മുമ്പ് ഇല്ലാത്ത സിസ്റ്റംസ് നിങ്ങൾ ഏതാവുന്ന എണ്ണി പറയോ? AC, സ്ക്രീന്, ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ ഇതെല്ലാം കേരളത്തിന്റെ ഒരു പിന്നെ കെട്ടിട നിർമ്മാണ രീതി ഈ രൂപത്തിലായിരുന്നോ മുമ്പ്? ഇല്ലല്ലോ അല്ലെ, ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. പിന്നെ എല്ലാ സംഭവങ്ങളും ഇതൊക്കെ ഇവിടെ ഉള്ളതെല്ലാം ഒരു 100 വർഷത്തേക്ക് ഞാൻ പറയാം, 100 വർഷം മുമ്പ് ഇല്ലാത്ത എന്നാൽ ഇന്ന് ഉള്ള കാര്യങ്ങൾ ഈ ഒരു ഹാളിൽ നിന്ന് എണ്ണി പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പറയും? കറണ്ട്, ഇലക്ട്രിസിറ്റി 100 വർഷം മുമ്പ് കണ്ടെത്തിയിട്ടില്ലേ മനുഷ്യർ? ഉണ്ട് ഓക്കെ. അതൊരു 200 വർഷം അല്ലെങ്കിൽ 300 വർഷം പിന്നോട്ട് പോയാൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇപ്പൊ ഈ പറഞ്ഞ എക്യുപ്മെന്റ്സ് എല്ലാം പുതിയതാണ് അല്ലെ? ഈ സംഭവം ഇതെല്ലാം ഒരു പുതിയ സിസ്റ്റംസ് എന്നതാണ്. ഇതെല്ലാം വരുന്നത് എങ്ങനെയാണ്? മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയിലൂടെ. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിന്റെ 2ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ പിന്നെ നമ്മുടെ അൽത്തഫ് സാർ സൂചിപ്പിച്ച സമയത്ത് പറഞ്ഞല്ലോ, നമ്മളെയൊക്കെ ആളുകൾ ഓർക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മരണം വരെ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചാൽ ആളുകൾ നമ്മൾ ഓർക്കുന്നല്ലേ, നമ്മളെ മരണത്തിന് ശേഷം നമ്മളെ ഓർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ ഇങ്ങോട്ട് ലോകത്തേക്ക് ചെയ്യണം അല്ലെ? അങ്ങനെ ആവുമ്പോഴല്ലേ നമ്മൾ അപ്പോഴും ഓർത്തു പോവുള്ളൂ. അത് ഓർക്കാനുള്ള കോൺട്രിബ്യൂഷൻ. ഇപ്പൊ നമ്മളിപ്പോഴും AC കണ്ടുപിടിച്ച ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജനറൽ നോളജ് ചിലപ്പം, അല്ലെങ്കിൽ ക്യാമറ കണ്ടുപിടിച്ച ആൾ, അല്ലെങ്കിൽ ടെലിവിഷൻ കണ്ടുപിടിച്ച ആൾ, റേഡിയോ കണ്ടുപിടിച്ച ആൾ, വാച്ച് കണ്ടുപിടിച്ച ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതൊക്കെ എന്താ? നേരത്തെ ഇല്ലാത്ത സാധനങ്ങൾ കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പോ പിന്നെ സോഷ്യൽ സയൻസ് പല ആളുകളും ഇവിടെ എടുക്കുന്നുണ്ട്. സോഷ്യൽ സയൻസിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ വന്നുകൊണ്ടിരിക്കാം. നമ്മുടെ സാമൂഹിക ജീവിതത്തിലൊക്കെ പല മാറ്റങ്ങളും വരുന്നുണ്ട് അല്ലെ? ഡിജിറ്റലായി വരുന്നതോടുകൂടി, അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ ഇതിന്റെയൊക്കെ. അപ്പൊ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞ മേഖലകളുണ്ട്. പൊളിറ്റിക്കൽ സയൻസിലും പിന്നെ ഇതിനൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള വലിയ മേഖലകളൊക്കെ കടന്നു വരുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിൽക്കുന്ന ക്രിയേറ്റിവിറ്റിയാണ് മനുഷ്യന്റെ പ്രത്യേകത. ഓക്കെ, ഈ ക്രിയേറ്റിവിറ്റി മനുഷ്യന് മാത്രമാണ് ഈ രൂപത്തിലുള്ളത്. ക്രിയേറ്റിവിറ്റി ഉള്ളത് മനുഷ്യന് മാത്രമൊന്നുമല്ല, പല മൃഗങ്ങൾക്കും ഉണ്ട് അല്ലെ? ഉണ്ടോ? ഉണ്ടല്ലോ അല്ലെ ക്രിയേറ്റിവിറ്റി. ഇപ്പോ പിന്നെ തേനീച്ച ഉണ്ടാക്കുന്ന കൂട്, അത് അതിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അല്ലെ? ക്രിയേറ്റിവിറ്റി മീൻസ് അത് മാത്രമേ അറിയുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും പോല. പക്ഷെ പിന്നെ ചില പക്ഷികളെ കണ്ടിട്ടില്ല നല്ല ഭംഗിയുള്ള കൂടുണ്ടാക്കുന്ന, കാക്കകൾ ഉണ്ടാക്കുന്ന കൂടും കണ്ടിട്ടില്ല ഞങ്ങള് അല്ലെ? കുറച്ച് കോലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചിട്ട് കൂടുണ്ടാക്കുന്ന, എന്നാൽ നല്ല ഭംഗിയുള്ള കുരുവികളൊക്കെ ഉണ്ടാക്കുന്ന കൂടുകളൊക്കെ കണ്ടിട്ടില്ല. ഇത് അവരുടെ ക്രിയേറ്റിവിറ്റി. പക്ഷെ മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോവാൻ. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അവിടെ നിൽക്കുവോ? ഇപ്പൊ നമ്മൾ ഈ കാലത്തെ പറ്റി പറയുന്നത് ഇൻഫർമേഷൻ എറ, നോളജ് എറ അല്ലെ, അറിവിന്റെ യുഗം എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേട്ടാ തോന്നും നമ്മളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, നമ്മളെല്ലാ കാര്യവും അറിഞ്ഞു എന്ന് നമുക്ക് തോന്നും. ഇനി നമ്മളത് പഠിച്ചാൽ മതി എന്നുള്ള അർത്ഥം. ഇത് നമ്മളെ വിരൽത്തുമ്പിലാണ് എല്ലാ അറിവും എന്നുള്ളത് ശരിയാ. പക്ഷെ നമ്മൾ അറിഞ്ഞതിനേക്കാൾ ഇനിയും അറിയാൻ. നമ്മളെ ബ്രെയിനിൽ എത്ര ന്യൂറോൺസ് ഉണ്ടെന്ന് അറിയോ? 86 ബില്യൺ ന്യൂറോൺസ്, മോർ ദാൻ 86 ബില്യൺ എന്നാണ് പറയുന്നത്. 86 ബില്യൺ എന്ന് പറഞ്ഞാൽ 8600 കോടി. 8600 കോടിയിലധികം ന്യൂറോൺസ് നമ്മളെ ബ്രെയിനിൽ മാത്രം ഉണ്ടെന്ന് പറയുന്നത്. ഇത് ഒരു സെക്കൻഡിൽ തന്നെ ആയിരക്കണക്കിന് കണക്ഷൻസ് അത് എന്ത് ചെയ്യുന്നുണ്ട്? ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളെ തോട്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, പിന്നെ നിങ്ങൾ ഇത് കേൾക്കുന്നത്, നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വേറെ കാര്യങ്ങൾ ആലോചിക്കുന്നത്, നമ്മളുള്ളിൽ പ്രവർത്തനം നടക്കുന്ന ബ്ലഡിന്റെ സർക്കുലേഷൻസ്, മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ നമ്മുടെ പ്രഷർ, ഷുഗർ, എല്ലാ കാര്യങ്ങളും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യന്റെ പഠനം ഇന്ന് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, ഇന്നും ഒരു സിംഗിൾ തോട്ട്, നമ്മളൊരു സിംഗിൾ തോട്ട് എക്സാക്ട്ലി എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറയാൻ നമ്മളുടെ അറിവ് ആയിട്ടില്ല. എന്ന് വെച്ചാൽ
നമ്മളെ ലോകത്ത് ഇപ്പൊ നിങ്ങൾ ഏത് വിഷയങ്ങൾ എടുത്താലും, നിങ്ങൾ എക്കണോമിക്സ് ആവട്ടെ, ഹിസ്റ്ററി ആവട്ടെ, പൊളിറ്റിക്സ് ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, പിന്നെ ബികോം ആവട്ടെ, BB ആവട്ടെ, മാനേജ്മെന്റ് ആവട്ടെ, നിങ്ങൾ ഏത് വിഷയങ്ങൾ പറഞ്ഞോ അതിലൊക്കെ അറിഞ്ഞതിനേക്കാൾ അറിയാനാണ്. നമ്മൾ ടോട്ടൽ അറിഞ്ഞത് ആകെ 1% നമ്മൾ എത്ര വലുതായി മുന്നോട്ട് അറിഞ്ഞാലും അത്രയും കൂടുതൽ ഇനി അറിയാനുണ്ടല്ലോ എന്നായിരിക്കും നമ്മൾ ആലോചിക്കുക. ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുമ്പോൾ അതിന്റെ കൂടെ തന്നെ 100 പ്രോബ്ലംസ് വേറെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളെ CUT ആ ഒരു ആസ്പെക്ട് മാത്രമല്ല പറയുന്നത്. നമ്മൾ എന്തിനാണ് ഈ വിദ്യാഭ്യാസം നേടുന്നതും നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, നമ്മൾ പഠിച്ച സ്ഥാപനം അതാണെന്ന് നമ്മൾ മരണം വരെ ഓർക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മളെ കൂടി നമ്മൾക്ക് ശേഷം പോലും ലോകം ഓർക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറണമെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അത്രയും സ്പേസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. 1% നമുക്ക് ഈ സബ്ജക്റ്റിലൊക്കെ നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളൂ. നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ BA പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ PhD കാരെങ്ങനെ കാണും? നിങ്ങൾ എല്ലാവരുടെ ഡിപ്പാർട്ട്മെന്റിലും PhD ഉണ്ടാവും, ഡിഗ്രി ഉണ്ടാവും, PG ഉണ്ടാവും, PhD ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവരെങ്ങനെ കാണുമ്പോൾ അവരോട് കമ്പനി ആവും, എന്താ നിങ്ങൾ ചെയ്യുന്നത്, അവരുടെ സബ്ജക്ട് ഏരിയ, അവർ പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ, എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നോളജിലേക്ക് വരുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, PhD അവർക്ക് അവാർഡ് ആവുന്നത്. അല്ലെ? ചെറിയ എന്തെങ്കിലും തിയറീസ് ആയിരിക്കാം, ചെറിയ മേഖലകളായിരിക്കും, മറ്റാരെയും കണ്ടെത്തിയതിന്റെ ഒരു വീണ്ടും കണ്ടെത്തി അതിലെ ഒരു മാറ്റം കൊണ്ടുവന്നതായിരിക്കാം. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് ഒരു വാതായനം തുറക്കാൻ ഈ ക്രിയേറ്റിവിറ്റി എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ അലിഗറിലാണെങ്കിൽ ഇവിടേക്ക് ആണെങ്കിലും BTech ഉണ്ട്, MTech ഉണ്ട്, അത് കഴിഞ്ഞാൽ അതിൽ റിസർച്ച് ഉണ്ട്. ഓക്കെ, പിന്നെ BTech എല്ലാ ഓപ്ഷനും BTech ഉണ്ട്. BTech ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, പെട്രോകെമിക്കൽ ഉണ്ട്, പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇങ്ങനെ പല എഞ്ചിനീയറിംഗ്സ് ഉണ്ട്. AI ഉണ്ട്, അല്ലെ? മെഷീൻ ലേണിംഗ് ഉണ്ട്. ഇങ്ങനെ പല മെത്തേഡുകളും വരുന്നുണ്ട്. ഇതൊക്കെ BTechലും ഇതിനൊക്കെ ഏകദേശം എല്ലാ ബ്രാഞ്ചുകളും അലിഗറിലുണ്ട്, സെപ്പറേറ്റ് ബ്രാഞ്ചുകളായിട്ട്. BSc ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞ പോലെ തന്നെ BTech സിവില്, മെക്കാനിക്കൽ, കെമിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, പെട്രോകെമിക്കൽ, ഇങ്ങനെ പല മേഖലകളായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് MTech എത്തുമ്പോൾ അതിൽ വീണ്ടും പിന്നെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, MTech എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, MTech ഇങ്ങനെ വീണ്ടും അതിന്റെ സ്പെഷ്യലൈസേഷൻ വന്നു. ഇതിലൊക്കെ അറിവുകൾ കണ്ടെത്താൻ നമുക്ക് കുറെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വെറുതെ പഠിച്ച് ഡിഗ്രി എടുക്കുക, ജോലി നേടാനപ്പുറത്തേക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളെ ഭാഗത്തു നിന്നും കൂടി വരുത്താനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട്. ഞാൻ പറയാം, 86 ബില്യൺ ന്യൂറോൺസിൽ നമ്മൾ സിംഗിൾ തോട്ട് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കാനുള്ള സ്കോപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ അറിഞ്ഞതിന്റെ ഈ ഓവറോൾ പ്രപഞ്ചത്തെ കുറിച്ച് മനുഷ്യർ അറിഞ്ഞത് ആകെ 5% ഇപ്പോൾ സയൻസ് പറയാം. അറിഞ്ഞതല്ല, മനുഷ്യന് കാണാൻ പറ്റിയിട്ടില്ല. ഒബ്സർവബിൾ യൂണിവേഴ്സ്. അത് നേരത്തെ 930 ആകുന്ന സമയത്ത് മനുഷ്യർ പറഞ്ഞിരുന്നത്, നമ്മളെ സയൻസ് പറഞ്ഞിരുന്നത് നമുക്ക് ആകെ മിൽക്കി വേ എന്നുള്ള ഒരൊറ്റ ഗാലക്സിയേ ഉള്ളൂ എന്നാണ്. ഓക്കെ, മിൽക്കി വേ എന്നുള്ള നമ്മുടെ ഗാലക്സി ഏതാ? മിൽക്കി വേ അല്ലേ? മിൽക്കി വേ അല്ലേ? ഓക്കെ, ഒന്ന് എല്ലാവരും ഒന്ന് എണീറ്റിക്കോ. കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും ഒന്ന് എണീറ്റോ, കുഴപ്പമില്ല. ഓക്കെ, ശരി. ഒന്ന് ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക, അടുത്തുള്ള ആളോടൊന്ന് സംസാരിക്കുക ഒക്കെ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. പേരെന്താ പറഞ്ഞ? സവാദ് അല്ലേ? സവാദിന്റെ വീട് എവിടെ? താനൂർ. ഓക്കെ, എവിടെ അഡ്മിഷൻ എടുക്കണം എന്നാ? BBA ചെയ്യണം അല്ലേ? ഓക്കെ, സംസാരിച്ച് കഴിഞ്ഞവർക്ക് ഇരിക്കട്ടോ, നോ ഇഷ്യൂസ്. ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യം എന്തിനാണ് ഇത് നമ്മൾ നേടുന്നത് എന്നുള്ളതാണ്. അതിൽ കോൺഫിഡൻസ് പറഞ്ഞു. നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമ്മളെ ഉള്ളിലേക്ക് കോൺഫിഡൻസ് എത്തിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ മേഖലയിലൂടെ എന്ന് ഞാൻ പറഞ്ഞു. ക്രിയേറ്റിവിറ്റി എന്നുള്ളത് പുതുതായിട്ട് വരുന്നൊക്കെ ഇത് മനുഷ്യന്റെ മാത്രം പ്രത്യേകത. തേനീച്ച തേൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? അതുള്ളത് മുതലേ എന്തെങ്കിലും അതിന്റെ കച്ചവടം തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചണോ? ബിസിനസ്സുകാരുടെ മാനേജർമാരുടെ വർക്കാണ് അല്ലെ? സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഇങ്ങനെ കണ്ടിട്ടില്ലേ? അതിന്റെ കച്ചവടം ആരാ തുടങ്ങിയ? മനുഷ്യരാ. അതിന് വേറെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിനെ പറ്റി ആരാലോചിച്ച്? മനുഷ്യരാ. ഈ പറഞ്ഞ ഫാന് മാറി AC മാറി വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരും. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി. ഇപ്പൊ നമ്മൾ ഇലക്ട്രിക് കാർ എന്നുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി. പെട്രോളിന്റെയും ഡീസലിന്റെയും ഇതില്ലാതെ തന്നെ നമുക്ക് ഇലക്ട്രിക് കാറുകൾ. അത് പിന്നെ ആ ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നതോട് കൂടി അവിടെ വേറെ 100 പ്രോബ്ലംസ് വേറെ ഉണ്ടായി. ഇതിന്റെ ബാറ്ററി വിഷയങ്ങൾ, ഇതിന്റെ മറ്റു വിഷയങ്ങൾ, ഇതൊക്കെ സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ നമ്മളുടെ ആവശ്യം. അത് മനുഷ്യർക്കേ പറ്റൂ.
ഐക്ക് ഒരു പക്ഷെ മെക്കനൈസ് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പിന്നെ മനുഷ്യർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ പിന്നെ നമ്മൾ ആദ്യം മെക്കനൈസേഷൻ വന്നു, മെഷീൻ എല്ലാത്തും മെഷീൻ കൊണ്ടുവന്നു. ഇപ്പൊ നമ്മൾ വെള്ളമൊക്കെ മുക്കിയെടുത്തിരുന്നു അല്ലെ, കിണറിൽ നിന്ന് വെള്ളം കോരി എടുത്തിരുന്നു എന്ന് പറയും. പിന്നെ അത് മോട്ടർ വന്നു അല്ലെ. അതുപോലെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ AI വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലാനിങ് ചെയ്യാം, നമ്മളെ കുറെ വർക്കുകൾ ചെയ്യാം, കുറെ ഓട്ടോമേറ്റ് ചെയ്യാം. പക്ഷെ ഈ ക്രിയേറ്റിവിറ്റി എന്നുള്ള പാർട്ടില് അതിന്റെ അപ്പുറത്തേക്ക് നിൽക്കാൻ പറ്റുന്ന നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ അടുത്തുള്ള പവർ. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ എടുക്കുന്ന വിഷയത്തിൽ ചെറിയ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ അതിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ അല്ലെ, അതിലേക്ക് കൊണ്ടുവരാൻ കൂടി എത്തുക, അതിനു വേണ്ടി കൂടി ആണ് നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ഉപകരിക്കേണ്ടത്. അല്ലാതെ അത് പഠിച്ച് നമ്മൾ ജസ്റ്റ് ജോലി ചെയ്ത് നമ്മൾ 55-ാമത്തെ 60-ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആയി അത് കഴിഞ്ഞ് അങ്ങനെയാണ്, അതല്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനും കൂടി നമുക്കുള്ളിൽ, അതിന് ഈ സ്ഥാപനങ്ങൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. നമുക്ക് പല ടൈപ്പ് എക്സ്പോഷർ കിട്ടും. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇവിടെ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കുകയാണെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ള ഇപ്പൊ കോട്ടക്കൽ, പൊന്നാനി അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമ്മളെ കൂടെ ഉണ്ടാവുന്ന ഒന്ന് ഇന്തോനേഷ്യക്കാരനായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് നേപ്പാളി ആയിരിക്കും, അതല്ലെങ്കിൽ ഒന്ന് അഫ്ഗാനിസ്ഥാനായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് കസഖ്സ്ഥാനോ ഉസ്ബെക്കിസ്ഥാനോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഏതെങ്കിലും രാജ്യത്ത് നിന്നായിരിക്കും. നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്നത് ലോകത്തിലേക്കാണ്, നമ്മുടെ എക്സ്പോഷർ എന്ന് പറയുന്നത് അങ്ങോട്ടാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റും അടുത്ത വെക്കേഷൻ വരുമ്പോ എന്റെ അവിടുത്തെ സുഹൃത്ത് എന്റെ പിന്നെ എന്റെ ക്ലാസ്സിൽ, പിന്നെ അതേപോലെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള അല്ലെ, നമ്മുടെ ഇപ്പൊ ഞാനൊക്കെ പഠിക്കുമ്പോൾ എന്റെ ക്ലാസ്സിൽ ബംഗാളിൽ നിന്നുള്ളവരുണ്ട്, ആസാമിൽ നിന്നുള്ളവരുണ്ട്, ഉത്തർപ്രദേശിൽ നിന്നുള്ളവരുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരുണ്ട്, ഡൽഹിയിൽ നിന്നുണ്ട്, പിന്നെ പഞ്ചാബ്, ഹരിയാന, കശ്മീർ, എല്ലാ സ്ഥലത്തും നമുക്ക് എന്തായി, ഫ്രണ്ട്സായി. എല്ലായിടത്തും ഇത് വലിയ 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 എക്സ്പോഷറാണ് നമുക്ക് തരാം എന്നുള്ളതാണ്. പല മേഖലയ്ക്കും നമുക്ക് എത്താൻ പറ്റുന്ന രൂപത്തിലുള്ള. അവസാനത്തത് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാരക്ടർ എന്നുള്ളത്. നമ്മള് പിന്നെ സാധാരണ ചെക്കില് ഒരു 10 ലക്ഷത്തിൽ പിന്നെ എത്ര സീറോസ് ഉണ്ട്, 5 6 ഈ പറഞ്ഞ നമുക്ക് എല്ലാതും ഉണ്ടെങ്കിലും അവസാനത്തിൽ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ 10 ലക്ഷത്തിന്റെ ഒന്നാണ് ശരിക്കും ഈ പറഞ്ഞ ക്യാരക്ടർ, നമ്മുടെ പേഴ്സണാലിറ്റി. നമുക്കത് നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ ക്യാരക്ടർ. ഇപ്പൊ പറഞ്ഞില്ലേ, ആ ഒരു സീനിയേഴ്സ് ജൂനിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന റിസ്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവം, അതല്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറായി പക്ഷെ ആ ഡോക്ടർക്ക് ഈ പറഞ്ഞ ക്യാരക്ടർ ഇല്ലെങ്കിലോ, ഒരു എഞ്ചിനീയർ ആയി ആ എഞ്ചിനീയർ ആരെയും പറ്റിക്കുന്ന ഒരു എഞ്ചിനീയർ ആണെങ്കിലോ, അയാള് എല്ലാത്തിലും കൃത്രിമം കാണിച്ച് അഴിമതി നടത്തുന്ന എഞ്ചിനീയർ ആണെങ്കിലോ അയാൾക്ക് ക്യാരക്ടർ ഇല്ലല്ലോ അല്ലെ. അയാൾക്ക് സംഭവം എല്ലാം ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ക്യാരക്ടർ ഇല്ല. അപ്പൊ ഞാൻ പറയാറുള്ളത്, നമ്മൾ 10 ലക്ഷം എന്ന് ചെക്കിൽ എഴുതിയാൽ അതിന്റെ വില, ആ പൂജ്യങ്ങൾക്കൊക്കെ വില ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു 1 വേണം. ആ 1 സത്യത്തിൽ ഈ പറഞ്ഞ ക്യാരക്ടർ. ഇതില്ലാതെ ബാക്കിയുള്ള എല്ലാം ഉണ്ടായാൽ കാര്യമില്ല. നമ്മൾ ഏത് വിഷയത്തിലായാലും, നമ്മൾ ഇപ്പൊ നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് ആവട്ടെ, ഏത് ഇതിലാവട്ടെ, അധ്യാപകനാവട്ടെ, ഏത് മേഖലയിലാവട്ടെ, നമുക്ക് അത് വേണം. ഈ വിദ്യാഭ്യാസത്തിലൂടെ ഈ 3 Cകൾ നമുക്ക് കിട്ടണം എന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. ഇതിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ, ഇത് ഏറ്റവും നല്ല രൂപത്തിൽ കിട്ടാൻ നമുക്ക് ഇത്തരം യൂണിവേഴ്സിറ്റികളൊക്കെ ഗുണകരമായേക്കാം എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളത്. ഇദ്ദേഹത്തെ അറിയാമോ? അറിയില്ലേ? സെർച്ച് ചെയ്ത് നോക്ക്, സെർച്ച് ചെയ്യുന്നോ? ഇദ്ദേഹം ISROയുടെ ചെയർമാൻ ആയിരുന്നു. ഓക്കെ, ചന്ദ്രയാൻ ദൗത്യത്തിന് പിന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ പേരറിയാം ആർക്കെങ്കിലും? ഞാൻ പേര് പറയില്ല. ഓക്കെ, അദ്ദേഹം ഒരു ഇതിലിങ്ങനെ സംസാരിക്കുന്ന കേട്ടു. ഓക്കെ, അദ്ദേഹം ഒരു 2-3 മാസത്തെ മുമ്പ് ഒരു ഇന്റർവ്യൂ ആണോ അതല്ലൊരു പ്രസംഗമാണോ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കണോ? ആരാ നോക്ക്, പേരൊക്കെ നോക്കുക. ISROയുടെ ഫോർമർ ചെയർമാൻ എന്ന് വേണമെങ്കിൽ നോക്കാം. പിന്നെ അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, പിന്നെ അദ്ദേഹം പഠിക്കുന്നത് 10ാം ക്ലാസ് വരെ സാധാരണ നാട്ടുപുറത്തുള്ള ഒരു മലയാളം മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ, തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ലയിലോ ഉള്ള ഒരു സാധാരണ നാട്ടിൻപുറത്തെ ഒരു മലയാളം മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മഹാരാജാസ് കോളേജിലേക്ക് പ്രീ ഡിഗ്രിക്ക് ചേരാണ്. പ്രീ ഡിഗ്രിക്ക് കോളേജിൽ അന്ന് പ്രീ ഡിഗ്രി എന്നുള്ള സിസ്റ്റം ആണുള്ളത്, +2 എന്നുള്ള സിസ്റ്റം അല്ല. അപ്പോൾ അദ്ദേഹം അവിടെ എത്തുമ്പോൾ ഫിസിക്സിൽ ഫ്രിക്ഷൻ എന്നൊക്കെ പഠിപ്പിക്കുന്നില്ലേ അല്ലെ? ഫിസിക്സിൽ എന്താ അതിന്റെ അർത്ഥം മലയാളം? ഘർഷണം അല്ലെ? നമ്മൾ 10ാം ക്ലാസ്സിൽ ഘർഷണം എന്നൊക്കെയാണ് പഠിക്കുന്നത്, മലയാളം മീഡിയം പഠിക്കുന്നവർ. പക്ഷെ ഇദ്ദേഹത്തിന്
ഈ പഠിപ്പിക്കുന്ന ഒന്നും ഒരു മാസം 2 മാസം ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം മലയാളം മീഡിയത്തിൽ നിന്ന് പോയിട്ട് കോളേജിൽ ഇംഗ്ലീഷിലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്, മൂപ്പർക്കൊന്നും മനസ്സിലാവില്ല. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ഡോക്ടർ എസ് സോംനാഥ്. അദ്ദേഹമാണ് ISROയുടെ ഫോർമർ ചെയർമാൻ. ആ കുട്ടി 10ാം ക്ലാസ് വരെ പഠിച്ച് മലയാളം മീഡിയത്തിൽ പഠിച്ച് +1 പ്രീ ഡിഗ്രിക്ക് ചേരുമ്പം ഇംഗ്ലീഷ് ഫിസിക്സോ അല്ലെങ്കിൽ ഇതിലെ ടേംസോ ഒന്നും മനസ്സിലാവാതിരുന്ന കുട്ടിയാണ് ഫിസിക്സും മാത്സും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ റോക്കറ്റ് ലോഞ്ചിങ്ങിന്റെയും ISROയുടെ ഒക്കെ സയന്റിസ്റ്റിന്റെ അതിന്റെ തലവനായിട്ട് മാറിയ ആൾ. നിങ്ങളിപ്പോ ഇന്ന് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതല്ല, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ ഡ്രീം എന്താണ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങൾ ഇനി എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത്. ഞാൻ അയാളുടെ പ്രസംഗം കേട്ട സമയത്ത് എനിക്ക് ഞാൻ തോന്നി, 10ാം ക്ലാസ് വരെ അദ്ദേഹത്തിന് മലയാളം മീഡിയം പഠിച്ച് ഒന്നും അറിയാതെ, ഒന്നും അറിയില്ല എന്നല്ല, പഠിച്ചതൊന്നും ഈ പറഞ്ഞ നിങ്ങൾ ചിലപ്പോ പിന്നെ ഈ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ, ഞാൻ അലിഗഡിലൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത, ബാക്കി എല്ലായിടത്തും ഉണ്ടാവുന്നില്ല, അവർ ഹിന്ദിയിലോ ഉറുദുവിലൊക്കെ ചിലപ്പോൾ ക്ലാസ്സിൽ സംസാരിക്കും. നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ മാസം ഒന്നും മനസ്സിലാവില്ല, പിന്നെ കുറേശ്ശെ മനസ്സിലായി തുടങ്ങും, പിന്നെ നമ്മളതിൽ എക്സ്പേർട്സ് ആവും എന്നുള്ളത്. പിന്നെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്തിന് ചൂസ് ചെയ്യണം എന്നുള്ളത് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്റെ ഈ സംസാരത്തിൽ ഇപ്പോൾ ഓൾമോസ്റ്റ്, ഇനി നമ്മൾ ജസ്റ്റ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ലൈഡിലൂടെ ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ചു പോവാം. ഓക്കെ, എന്തിനാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ അക്കാഡമിക് എക്സലൻസ് ഞാൻ പറയേണ്ടതില്ല, അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും, പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള അധ്യാപകരായിരിക്കും ഉണ്ടാവുക, നല്ല ക്വാളിറ്റി ഉള്ള അധ്യാപകർ. ഇപ്പം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന, ഇപ്പോൾ പ്രൊഫസർ ഇർഫാൻ ഹബീബിനെ കുറിച്ച് പറയുന്നത്, ഇന്ത്യയുടെ ഹിസ്റ്ററി അങ്ങോട്ട് ഡിലീറ്റ് ആയി പോയാലും ഇർഫാൻ ഹബീബ് അവിടെ ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. അത്രയും ഹിസ്റ്ററിയിൽ നോളജ് ഉള്ള ഒരാളാണ് പറയാം. അദ്ദേഹം ഇപ്പൊ 90+ അദ്ദേഹത്തിന്റെ ഏജ് ആയിട്ടുണ്ടാവും, പക്ഷെ അദ്ദേഹം ഇപ്പോഴും അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ എമിററ്റസ് എന്നുള്ള പദവിയിലാണ്. എന്താ പറയുക നമുക്ക്, പ്രൊഫസർ എമിററ്റസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം പ്രൊഫസറാണ്, റിട്ടയർമെന്റ് ഇല്ല 65 വയസ്സിലോ 70 വയസ്സിലോ. അത് JNUലുണ്ട്, ജാമ്യയിലുണ്ട്, ഇങ്ങനത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇങ്ങനെ പ്രൊഫസർ എമിററ്റസ്, അവർ മരണം വരെ പ്രൊഫസറാണ്. അവരെ കാരണം അത്രയും അസെറ്റാണ് അവര്, അത്രയും നോളജാണ് അവര്. പിന്നെ അങ്ങനെ ഉള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ടോപ്പ് ക്വാളിറ്റി ഇല്ല, കാരണം ഇതിലേക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ടീച്ചിങ് പോസ്റ്റിലേക്ക് അത്രയും കോമ്പറ്റീഷൻ നടക്കാം, അത്രയും റിസർച്ചിലും ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളെയാണ് അവരെടുക്കുക. അപ്പൊ നല്ല ടീച്ചേഴ്സ് നമുക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ്. നല്ല അതൊക്കെ ഈ ക്വാളിറ്റി എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എങ്ങനെ ഉണ്ടാവുന്നത്, നല്ല ടീച്ചേഴ്സ് ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ അത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പിന്നെ നല്ല സിലബസും എലക്റ്റീവ് ഓപ്ഷൻസ് ഒക്കെ നല്ല ഓപ്ഷൻസ് ആയിരിക്കും. ഇപ്പൊ നമുക്കൊരു സാധാരണ കോളേജിൽ വളരെ കുറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവുക. പിന്നെ അലിഗറിൽ മലയാളം ഓപ്ഷനിലുണ്ട്. ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് മലയാളം MA മലയാളം ഉള്ള ചുരുക്കം ചില ക്യാമ്പസുകളിൽ ഒന്നാണ് അലിഗഡ്. MA മലയാളം ഉണ്ട്, MA തമിഴ് ഉണ്ട്, MA പഞ്ചാബി ഉണ്ട്, MA ആസാമി, MA എല്ലാ ഭാഷകളിലും ഉണ്ട് അവിടെ MA കോഴ്സും PhD കോഴ്സും. അപ്പൊ അതുപോലെ നമുക്ക് ആരെങ്കിലും അവിടെ BAക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് മലയാളം വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് എടുക്കാം, നിർബന്ധമൊന്നുമില്ല. വേറെയും ഇഷ്ടംപോലെ സബ്ജക്റ്റുകൾ ഉണ്ട്. അതുപോലെ ഇഷ്ടംപോലെ എലക്റ്റീവ്സും ഓപ്ഷണൽസും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകൾ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യും അവിടെ കിട്ടും എന്നുള്ളതാണ്. ഒരുപാട് പിന്നെ അപ്പം സോഷ്യോളജിക്കാർക്ക് എന്ത് ചെയ്യാം, സൈക്കോളജി ഓപ്ഷൻ എടുക്കാം. അത് എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ, അല്ലെ? അവിടെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ആയതുകൊണ്ട് തന്നെ ഏത് ടൈപ്പ് ഓപ്ഷനും എലക്റ്റീവും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നല്ല സിലബസ് ആയിരിക്കും. പിന്നെ ലൈബ്രറി ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ലൈബ്രറി നമുക്ക് 24 മണിക്കൂർ, അലിഗറിലാണെങ്കിൽ നമുക്കുള്ളത് രാവിലെ മോർണിംഗിൽ ഓപ്പൺ ആയാൽ വൈകിട്ട് രാത്രി 2 മണി വരെയാണ് അവിടുത്തെ ലൈബ്രറി ഉണ്ടാവുക. ലൈബ്രറി ഉണ്ട്, അതിന്റെ ബാക്കിൽ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്. രാത്രി അതുവരെ ചായയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അടുത്തൊക്കെ ക്ഷീണം തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ചായയൊക്കെ പോയി കുടിച്ച് വീണ്ടും വന്നിരുന്ന് വായിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. രാത്രി 2 മണി എല്ലാ ഹാളിലും റീഡിംഗ് റൂം ഉണ്ടാവും. ഞാൻ നേരത്തെ കോമൺ റൂം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ റീഡിംഗ് റൂം ഉണ്ടാവും. അതും രാത്രി 2 മണി വരെ ഓപ്പൺ ആയിരിക്കും. നമുക്ക് അവിടെ പോയി ഇരുന്ന് വായിക്കാം. റൂമിൽ ഇരുന്ന് വായിക്കണ്ട, സുഖമായിട്ട് എന്ത് ചെയ്യാം, കോമൺ റൂമിൽ, അല്ലെങ്കിൽ കോമൺ റൂമിലല്ല റീഡിംഗ് റൂമിൽ ഇരുന്നിട്ട് വായിക്കാൻ പറ്റും. റീഡിംഗ് റൂം ഫെസിലിറ്റി, ലൈബ്രറിയിൽ നല്ല ഫെസിലിറ്റീസ് ഉണ്ടാവും. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബുക്സും ഡിജിറ്റൽ ലൈബ്രറീസും എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടതൊക്കെ അവിടെ ഉണ്ടാവുമെന്നില്ല. JNUവിന്റെ ലൈബ്രറി 24 hour ആണ്. ഡൽഹി JNU ലൈബ്രറി 24 hour ആണ്. ഇതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. മിക്കവാറും 24 hour ലൈബ്രറീസ് തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ. പിന്നെ
ഡിജിറ്റൽ ലൈബ്രറി അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും. ഇത് അവിടുത്തെ ഹോസ്റ്റലുകളാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇതൊരു ഹോസ്റ്റലാണെങ്കിൽ ഇതൊരു ഹോസ്റ്റൽ. ഇങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള വലിയ ഹോസ്റ്റലുകൾ, സെൻട്രലിലൊക്കെ ഗ്രൗണ്ടുകളായിരിക്കും. ക്രിക്കറ്റോ ഫുട്ബോളോ ടെന്നീസോ ഷട്ടിലോ ഒക്കെ കളിക്കാൻ പറ്റുന്ന, ബാസ്കറ്റ്ബോളോ ഒക്കെ കോർട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. പിന്നെ നമുക്ക് ചില ആളുകൾ രാത്രി 1 മണിക്കൂർ 2 മണിക്കൂർ എണീറ്റ് കളിക്കും. ചിലപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച ക്ലാസ്സിലല്ലോ, അപ്പൊ എന്ത് ചെയ്യും, ശനിയാഴ്ച രാത്രി ഫുള്ള് കളിയായിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമുക്കൊന്ന് റിഫ്രഷ് ആവാൻ അത്യാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും എന്തുണ്ട്. ഇതൊക്കെ ഹോസ്റ്റൽ ബിൽഡിംഗ് ആണ്. ഇത് അലിഗറിന്റെ ഹോസ്റ്റൽ ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് വിക്ടോറിയ ഗേറ്റ് വരുന്നത്. പിന്നെ ഇതൊക്കെ ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവിടുത്തെ ആളുകളുടെ പേരും മറ്റൊക്കെ ആയിട്ട് അതിൽ വരും. ലോ എക്സ്പെൻസ് ആൻഡ് ക്യാമ്പസ് ലൈഫ് എന്നാണ്. ലോ എക്സ്പെൻസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞില്ലേ, താമസം ഫ്രീ ആണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറഞ്ഞ ഫീസ്. ഇപ്പൊ അലിഗറിലൊക്കെ ആണെങ്കിൽ സ്കോളർഷിപ്പുകൾ ഇഷ്ടം പോലെ, ഞാൻ അതും ഇതിൽ പറയുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോ അലിഗർ അലുമിനിയാണ്. അപ്പൊ നമ്മളുടെ തന്നെ പിന്നെ അലുമിനി അസോസിയേഷൻ ഉണ്ടാവും ഇവിടെ കേരളത്തിൽ. നമ്മൾ ഓരോ വർഷവും മീറ്റ് ചെയ്യും. ഓരോ വർഷവും ഞങ്ങൾ സർ സെയ്ദ് ഡേ എന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ 17 റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരു ദിവസം ഇവിടെ മിക്കവാറും ചിലപ്പോൾ കോട്ടക്കലോ, ഇപ്പൊ ഈ വർഷം ലാസ്റ്റ് നടന്ന കോട്ടക്കൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. നമ്മൾ അവിടുത്തെ ഹമീദ് സാർ നമ്മളുടെ അലുമിനി അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള അലുമിനി നെറ്റ്വർക്കുകൾ നമുക്കുണ്ടാവും. അവിടുന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ പിന്നെ നല്ല അലുമിനി നെറ്റ്വർക്കിലേക്ക് സ്കോളർഷിപ്പുകൾ കൊടുക്കും. ഒരു 30 പേർക്കോളം അലിഗറിന്റെ ക്യാമ്പസ് ഇപ്പം പിന്നെ കേരള അലുമിനീസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഒരു മാസം ഏകദേശം 1500 രൂപയാണ് തോന്നുന്നത്, അതായത് ഡൈനിങ്ങിനുള്ള ഫീസ്. ഓക്കെ, അപ്പോൾ അതും എന്താണ്. പിന്നെ അതേപോലെ ഇപ്പൊ അലിഗറിലൊക്കെ ആണെങ്കിൽ അവിടെ UK അലുമിനീസ് ഉണ്ട്, ഓസ്ട്രേലിയൻ അലുമിനീസ്, US അലുമിനീസ്, ഇങ്ങനെ എല്ലാവരുടെയും വക സ്കോളർഷിപ്പുകൾ കുട്ടികൾക്ക് ഉണ്ടാവും. ഇഷ്ടംപോലെ കുട്ടികളോട് പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇതിനൊക്കെ അപേക്ഷ കൊടുക്കാം. ഗവൺമെന്റിന്റെ ഇതുണ്ടാവും. നല്ല സ്കോറുള്ള മലയാളി കുട്ടികൾക്കൊക്കെ ഗവൺമെന്റിന്റെ പിന്നെ സ്കോളർഷിപ്പിന് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ പിന്നെ ഫീസ് കുറവാണ്, എന്നാൽ നല്ല ക്യാമ്പസ് ലൈഫ്. നമുക്ക് പിന്നെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഒരു കാര്യത്തിലും പിന്നെ മിക്കവാറും എന്ത് ചെയ്യില്ല. നമുക്ക് നമ്മളുടേതായ രൂപത്തിൽ എന്ത് ചെയ്യാം. പിന്നെ ഹ്യൂജ് ഫണ്ടിങ്, നല്ല ഇൻഫ്രാസ്ട്രക്ചറും നല്ല ഫണ്ടിങ്ങും ഒക്കെ യൂണിവേഴ്സിറ്റികൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ. ലബോറട്ടറീസ് ഇപ്പോൾ പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി ഒക്കെ ഒരു 100 years പഴക്കമുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് അലിഗറിലൊക്കെ. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ പഴയതാണ്, എല്ലാത്തിലും നല്ല പഴയ ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും. കോടികൾ വില വരുന്ന ലബോറട്ടറി എക്യുപ്മെന്റ്സ് ഇപ്പം UP-യിലൊക്കെ ഉള്ള പല കോളേജുകൾ, സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അവിടുന്ന് അവർക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഇതിനെയാണ് പിന്നെ ഇങ്ങോട്ടാണ് അയക്കാം പല കാര്യങ്ങൾക്കും. ഇപ്പോൾ സുവോളജിയിൽ, ബോട്ടണിയിൽ, ഇങ്ങനത്തെ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇത് നമ്മളൊരു സാധാരണ കോളേജിൽ പഠിക്കുമ്പോൾ കോടികൾ വില വരുന്ന മെഷീൻസും എക്യുപ്മെന്റ്സും ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ അതൊക്കെ അത്തരത്തിലുള്ള ലാബും സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓപ്പർച്യൂണിറ്റീസ് ടു ഗോ അബ്രോഡ്, ഒരുപാട് നമുക്ക് കോൺഫറൻസുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പോവാം. അല്ലാതെ തന്നെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല, ഇപ്പൊ നമ്മുടെ കൂടെയൊക്കെ അന്ന് പ്രത്യേകിച്ച് സയൻസ് ഫീൽഡ്, സയൻസ് മാത്രമല്ല ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസിലുള്ളവർ പോയിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് പോകും, എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമല്ലേ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് അടക്കമുള്ള നല്ല സ്ഥാപനങ്ങളിലേക്ക് എന്ത് ചെയ്യും, അവർ പോകും. പിന്നെ ജപ്പാൻ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നല്ല ഡിമാൻഡുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും. പിന്നെ അതേപോലെ അവിടുത്തെ പ്രൊഫസേഴ്സിനൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പൊ പ്രൊഫസേഴ്സിനൊക്കെ ഇങ്ങനത്തെ ഇന്ത്യക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഇന്ത്യക്കാർക്ക് ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ നല്ല സ്കോളർഷിപ്പിലും പഠിക്കാൻ പറ്റും. അപ്പൊ BSc അവിടെ ചെയ്യുന്നവർക്ക് MScക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് പോകാൻ പറ്റും. MSc അവിടെ ചെയ്താൽ അവിടെ തന്നെ PhD ചെയ്യാൻ നല്ല സ്റ്റൈപ്പൻഡോട് കൂടി. നല്ല ഇപ്പോൾ ജപ്പാനിലെ ഹൊക്കൈഡോ യൂണിവേഴ്സിറ്റി ഒക്കെ നല്ല നല്ല യൂണിവേഴ്സിറ്റികൾ, US-ലെ NIST ഉണ്ട്, റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സ്ഥാപനങ്ങൾ. അവിടെയൊക്കെ മാസം 2-3 ലക്ഷം സ്റ്റൈപ്പൻഡോട് കൂടി. എത്രയാ? മാസം 2-3 ലക്ഷം സ്റ്റൈപ്പൻഡോട് കൂടി പഠിക്കാനുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കണക്ഷൻസ് ഉണ്ടാവും. അവിടെ നിന്നുള്ള ഒരു പ്രൊഫസറുടെ ഒരു ലെറ്റർ മതിയാവും ഇവിടെ അഡ്മിഷൻ കിട്ടാൻ. അതായത് നമ്മൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ കുറെ കാര്യങ്ങൾ, SOP, കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ആ സബ്മിറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ പ്രൊഫസറുടെ, നമ്മളുടെ ഗൈഡിന്റെ, സൂപ്പർവൈസറുടെ ഒക്കെ റോൾ ഇമ്പോർട്ടൻ്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ലെറ്റർ മതിയാവും അവിടെ അഡ്മിഷൻ കിട്ടാനുള്ളതാണ്. പിന്നെ ഇന്ത്യയിലെ എല്ലാ പാർട്ടിൽ നിന്നുള്ള, അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായിട്ടും ഒക്കെ ഉള്ള കണക്ഷൻസ് നമുക്ക് അതിലൂടെ കിട്ടും. കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ്, ഒന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സെന്ററുകളൊക്കെ ഉണ്ടാവും. അവിടെ നമുക്ക് പഠിക്കാനും ഇങ്ങനത്തെ സിവിൽ സർവീസ് പോലത്തെ കാര്യങ്ങളൊക്കെ
അല്ലെങ്കിൽ LLB ചെയ്യുന്നവർക്കാണെങ്കിൽ ജുഡീഷ്യൽ സർവീസിലേക്ക് കയറാൻ. ഞാൻ അവിടെ കണ്ടിട്ടുള്ള ആളുകളെ LLB കഴിഞ്ഞ് പ്രാക്ടീസ് അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്, വക്കീലായിട്ട് കോടതിയിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ അവിടെയുള്ള ആളുകളൊക്കെ കണ്ടിട്ടുള്ളത് കൂടുതലും ജുഡീഷ്യൽ സർവീസിലേക്ക് കയറാണ്. അവര് LLB കഴിഞ്ഞ് അല്ലെങ്കിൽ LLM കൂടി കഴിഞ്ഞ് 2-3 വർഷം കഴിയുമ്പോൾ അവർ ജഡ്ജായിട്ട് കയറും. ജഡ്ജായിട്ട് ആദ്യം സെഷൻസ് കോർട്ടിൽ, പിന്നെ ജില്ലാ കോർട്ടിൽ, ഹൈക്കോർട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ നമുക്കറിയാം ബീഹാർ, പിന്നെ UP, കേഡർ എന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ജഡ്ജ് ഇങ്ങനത്തെ ഇതിലേക്കൊക്കെ പോകാൻ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എത്താൻ പറ്റും. UPSC കോച്ചിങ്ങുകൾ ഉണ്ടാവാം, സിവിൽ സർവീസ്, SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കോച്ചിങ്ങുകൾ ഉണ്ടാവാം. ഇങ്ങനത്തെ ഓപ്ഷൻസിലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും. സിവിൽ സർവീസ്, അങ്ങനെ എല്ലാ ഇതിലേക്കും. സ്കോളർഷിപ്പുകൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, അലുമിനി സ്കോളർഷിപ്പുകളായിട്ടും ഗവൺമെന്റ് സ്കോളർഷിപ്പുകളായിട്ടും ഇഷ്ടംപോലെ സ്കോളർഷിപ്പുകൾ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പ്ലേസ്മെന്റ് ആണ്, ക്യാമ്പസ് പ്ലേസ്മെന്റ്. നല്ല പിന്നെ പ്ലേസ്മെന്റുകളാണ് അവിടെ ഒക്കെ കിട്ടുക. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ കോൺഫിഡൻസിന്റെ ഭാഗമാണ് അതൊക്കെ. നല്ലൊരു പേഴ്സണാലിറ്റി ആകുമ്പോഴാണ് നമുക്ക് നല്ല കോൺഫിഡൻസും നല്ല കമ്മ്യൂണിക്കേഷന്, നമ്മുടെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവും. നമുക്ക് ആരോട് സംസാരിക്കാനും ഉള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ അഡ്മിഷൻ കിട്ടുന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യും ഇനിയും എങ്ങനെയാണെന്നില്ല. CUET ആണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ വാല്യൂ, സെൻട്രൽ യൂണിവേഴ്സിറ്റി നേരത്തെ പറഞ്ഞല്ലോ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട് എന്നുള്ളത്. ഇത് തരാന്നറിയില്ല ഞങ്ങള്. ഇത് അലിഗറിന്റെ ഒരു കോൺവൊക്കേഷൻ ചിത്രമാണ്. ഇത് ഇദ്ദേഹം ഫോർമർ ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ജി. പിന്നെ രാഷ്ട്രപതിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വിസിറ്റർ, ചാൻസലർ എന്നൊക്കെ പറയില്ലേ. ചാൻസലറുടെ മേലുള്ള ഒരു ഏറ്റവും ടോപ്പ് പോസ്റ്റാണ് വിസിറ്റർ. ഇപ്പോൾ രാഷ്ട്രപതിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വിസിറ്റർ. ഇപ്പോൾ അലിഗർ ആയാലും ജാമ്യ ആയാലും JNU ആയാലും അതിലൊക്കെ വിസിറ്റർ പോസ്റ്റിലുള്ള ആള് രാഷ്ട്രപതി. ഇപ്പോൾ അവിടുത്തെ അധ്യാപകരെ സെലക്ട് ചെയ്യുമ്പോൾ രാഷ്ട്രപതിയുടെ നോമിനി ആ പാനലിൽ ഉണ്ടാവും. അധ്യാപകരുടെ ഇന്റർവ്യൂ നടക്കുമ്പോൾ അതിൽ ഒരാൾ ആ ഇന്റർവ്യൂ പാനലിൽ ഒരാൾ രാഷ്ട്രപതിയുടെ നോമിനി ആയിരിക്കും. അപ്പോൾ ആ രൂപത്തിലുള്ള പിന്നെ എക്സ്പോഷറും വാല്യൂ ആണ് നമ്മുടെ ഇതിനുള്ളത് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ സബ്ജക്ട് സെലക്ട് ചെയ്യുന്നതൊക്കെ ഓൾറെഡി നിങ്ങൾ സെലക്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലേക്ക് നിങ്ങളെ താല്പര്യം അനുസരിച്ച് ഏത് സബ്ജക്റ്റ് എടുത്താലും നമുക്ക് പിന്നെ അവിടെ നിരാശരാവേണ്ടി വരില്ല. നമ്മുടെ കഴിവനുസരിച്ച് എടുക്കുക. എല്ലാത്തിലും അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. ഫുൾ ബ്രൈറ്റ് US പിന്നെ ഉള്ള സ്കോളർഷിപ്പാണ് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പുകൾ അടക്കൽ. ഇങ്ങനത്തെ ഉള്ള ലാംഗ്വേജിലൊക്കെ പ്രത്യേകിച്ചും ഉള്ളതാണ്. പിന്നെ ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ട്. ഇതിന് നമ്മളെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റി, ഹയർ എഡ്യൂക്കേഷൻ പോലത്തെ ഇതെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് കോഴ്സുകളും മറ്റൊക്കെ സെലക്ട് ചെയ്യാം. അലീഗറിന്റെ ചില ഭാഗങ്ങളാണിത്. പിന്നെ കൂടുതലായിട്ട് ഡീറ്റെയിൽ വേണ്ടല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പിന്നെ ഏകദേശം ഒരു 37,000-40,000 കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് പല സ്ട്രീമിലായിട്ട്. പിന്നെ എല്ലാ കോഴ്സുകളും ഇതാ ഞാൻ പറഞ്ഞ പള്ളിയുടെ ഒരു ഭാഗം. അതിന്റെ ബാക്കിൽ ക്രിക്കറ്റ് ഗ്രൗണ്ടും ഇവിടെ ഹോക്കി ഗ്രൗണ്ടും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, അതാണ്. പിന്നെ ഇതാണ് അവിടുത്തെ ലൈബ്രറിയുടെ ഒരു ഭാഗം മാത്രമാണ് ഇത്. ഇതിന്റെ ക്ലിയർ ഇല്ലാത്ത ഫോട്ടോ ആയതുകൊണ്ടാണ്. ഇത് ഇങ്ങനെ ഇവിടെ ഒരു 5 നിലയോളം അവിടെ ബാക്കിൽ, അതിലാണ് പുസ്തകങ്ങൾ. ഏറ്റവും ഏഷ്യയിലെ വലിയ ലൈബ്രറി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ലൈബ്രറിയാണ് പിന്നെ അലിഗറിന്റെ ലൈബ്രറി എന്ന് പറയുന്നത്. പിന്നെ ഇനി ഇത് പിന്നെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇതൊന്നും ഞാൻ ഒക്കെ ഓൾറെഡി പറഞ്ഞു പോയ കാര്യങ്ങളാണ്. 3000 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളുള്ളത്. നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ആ അനുഭവങ്ങളൊക്കെ നമ്മുടെ കോൺഫിഡൻസും ഒക്കെ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ ലൈഫിനെ സെറ്റ് ചെയ്യുന്ന ടൈപ്പിൽ ഉള്ള ഇതാണ്. പിന്നെ നേരത്തെ ചൂടിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ തണുപ്പുണ്ട്. അതുപോലെ തന്നെ തണുപ്പുണ്ട്. പക്ഷെ തണുപ്പ് ആസ്വദിക്കുന്നവർക്കും രണ്ട് വരുമ്പോഴും നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ആയിട്ടിരിക്കും എന്നുള്ളതാണ്. നമുക്കത് ഒരു പ്രയാസം വരാറില്ല. നല്ല ഇതനുസരിച്ച് തണുപ്പിന്റെ ഒക്കെ സീസൺ, വിന്റർ സീസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രസകരമായ സീസണാണ് എന്നറിയാം. ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളും. പിന്നെ ഈ പറഞ്ഞ ഡൽഹിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഒന്ന് രാത്രി ട്രെയിനിൽ ഇരുന്നാൽ പിറ്റേ ദിവസം നമുക്ക് പഞ്ചാബും ഹരിയാനയും ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ചുറ്റുഭാഗത്തുള്ള ഏറ്റവും നമ്മളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ ഒരു ദിവസത്തെ രാത്രി യാത്രയോടുകൂടി അവിടെ എത്താൻ പറ്റും.
അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് പിന്നെ ഓക്കെ ഓഫ് ക്യാമ്പസുകൾ നമ്മളെ പിന്നെ എന്താ അവിടുത്തെ ഇപ്പൊ അലിഗറിലെ ഓരോ സ്ഥാപനങ്ങൾ ഇപ്പൊ ജാക്കിർ ഹുസൈൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ് അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പേര്. ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജ് JNMC എന്നാണ് അറിയപ്പെടുന്നത്, മെഡിക്കൽ കോളേജാണ്. നമ്മള് അലിഗറിനെ കുറിച്ച് പറയാറില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പിന്നെ ജനിക്കാനുള്ള മെഡിക്കൽ കോളേജ് മുതൽ മരിച്ചാൽ കബറടക്കാനുള്ള ശ്മശാനം അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടെന്നാണ് നമുക്ക് പറയാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. സത്യമാണ്, മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ട്, ശ്മശാനും യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവിടെയുള്ള യൂണിവേഴ്സിറ്റിയിലെ പിന്നെ ആ ചുറ്റുഭാഗത്തുള്ള ആ ആളുകളൊക്കെ എല്ലാം ഇപ്പൊ അലിഗറിനെ സംബന്ധിച്ചാണെങ്കിൽ രണ്ടും അവിടെ ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്, ശ്മശാനം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് റെയിൽവേ റിസർവേഷൻ പോകണം, റെയിൽവേ സ്റ്റേഷനിൽ പോകണ്ട, അവിടെ തന്നെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ റിസർവേഷൻ സെന്റർ ഉണ്ട്. ബാങ്ക് വേണോ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, ATM വേണോ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള എല്ലാത്തിനും ഏത് ആണെങ്കിലും എല്ലാത്തിനും ഉള്ള സൗകര്യമുള്ള അത്രയും ഉള്ള സൗകര്യങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഇത് എന്ന് പറയുന്നത്. പിന്നെ വുമൻസ് കോളേജ് ഇപ്പം ഇതും അവിടെ മെഡിക്കൽ കോളേജ് അലോപ്പതി ഉണ്ട്, അതിന് പുറമെ ഡെന്റൽ കോളേജ് ഉണ്ട്, അതിന് പുറമെ യുനാനി കോളേജ് ഉണ്ട്, തിബിയ കോളേജ് ഉണ്ട്. പിന്നെ വുമൻസ് കോളേജ് ഇപ്പൊ ഡിഗ്രി വരെ പിന്നെ ഗേൾസിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഗ്രി കോഴ്സുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ, പൊളിറ്റിക്സ് അങ്ങനത്തെ സബ്ജക്റ്റുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വുമൻസ് കോളേജ് എന്നുള്ളതിലാണ് വർക്ക് ഇതുള്ളത്. പോളിടെക്നിക്കുകൾ ഉണ്ട്, ബോയ്സിനും ഗേൾസിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള പോളിടെക്നിക്കുകൾ, കമ്പ്യൂട്ടർ സെന്റർ, ഇങ്ങനെ ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ജർമ്മൻ, റഷ്യൻ, ഫ്രഞ്ച്, ചൈനീസ്, പിന്നെ പേർഷ്യൻ ലാംഗ്വേജ്, ഇതെല്ലാം ഫോറിൻ ലാംഗ്വേജിന്റെ കീഴിലും എല്ലാ ഫോറിൻ ലാംഗ്വേജും ഇന്ത്യൻ ലാംഗ്വേജായ സംസ്കൃതം, ഹിന്ദി, അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷ്, ഉറുദു, അറബി, ഇതെല്ലാത്തിനുള്ള കോഴ്സുകൾ ഒക്കെ ഡിഗ്രി, PG, B.Ed, അതിലെല്ലാ സബ്ജക്റ്റും PhD അടക്കമുള്ള എല്ലാതും അതിലുണ്ട്. പിന്നെ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ NCC, NSS ഇങ്ങനത്തെ ഒക്കെ. AMU-SU എന്ന് പറയുന്നത് സ്റ്റുഡൻസ് യൂണിയൻ ആണ്, വലിയ സ്റ്റുഡൻസ് യൂണിയൻ. ഞാൻ അതിന്റെ യൂണിയന്റെ ഒരു മെമ്പർ ആയിരുന്നു. പിന്നെ ഇലക്ഷനാണ് അത് ഉണ്ടാവുക. ഇലക്ഷനിൽ ആ സമയത്ത് അവിടെ നമ്മൾ ഒരു 20,000-ഓളം കുട്ടികളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ്. നമ്മൾ 13 പേരാണ് യൂണിയനിൽ ഉണ്ടാവുക. യൂണിയൻ ഹാളിൽ എന്ന് പറയുമ്പോൾ വലിയൊരു ഓഫീസും അതിലൊരു 10-13-ഓളം സ്റ്റാഫും യൂണിയൻ ഉണ്ടാവും. യൂണിയന്റെ കീഴിൽ തന്നെ ഉള്ളത്. ഹോഴ്സ് റൈഡിംഗ് ക്ലബ്ബ് എല്ലായിടത്തും ഇല്ലാത്ത സ്ഥലമാണ്, എല്ലാം. സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട്, ഹോഴ്സ് റൈഡിങ്ങിന്, പിന്നെ ലിറ്റററി ക്ലബ്ബ്, CEC എന്ന് പറയും, കൾച്ചറൽ എഡ്യൂക്കേഷൻ സെന്റർ. അതിൽ ഒരുപാട് ക്ലബ്ബുകൾ, മ്യൂസിക്കൽ ക്ലബ്ബ്, ഡ്രാമ ക്ലബ്ബ്, ഹോബീസ് ആൻഡ് വർക്ക്ഷോപ്പ് ക്ലബ്ബ്, ലിറ്റററി ക്ലബ്ബ്, ഇങ്ങനെ പല ക്ലബ്ബ് ആക്ടിവിറ്റീസും നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന പല മേഖലകളും ഇതെല്ലാ യൂണിവേഴ്സിറ്റികളും ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും എന്ത് ചെയ്യും, ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അക്കാഡമിക് ഡിഗ്രി പ്ലസ് ലൈഫ് ഡിഗ്രി എന്നാണ് പറയാം. അക്കാഡമിക് ഡിഗ്രിക്ക് പുറമെ നമ്മൾ ജീവിതം കൂടി അവിടെ നിന്നിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മള്. പിന്നെ അതേപോലെ ഇന്റർനാഷണൽ എക്സ്പോഷർ, പിന്നെ ഫിസിക്സ്, ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ് അവിടെ ഇതിലേക്ക് പോകുന്നത്. മാനേജ്മെന്റ്, MBA, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഇത് അതിലേക്ക് പോകുന്നില്ല. അവിടുത്തെ അലുമിനീസ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ ജാക്കിർ ഹുസൈൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള, ഇത് വിഭജനത്തിന് മുമ്പ് തന്നെയുള്ള യൂണിവേഴ്സിറ്റിയാണ്, വലിയ യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ മാൽദീവ്സിന്റെ പ്രസിഡന്റ് അവിടെ പഠിച്ചതാണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ഹാമിദ് അൻസാരി, ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ അടക്കം വലിയ ആളുകളൊക്കെ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ ലാല അമർനാഥ്, ധ്യാൻചന്ദ്, ഹോക്കി ഇതിഹാസം എന്നൊക്കെ അറിയപ്പെടുന്ന ധ്യാൻചന്ദ് അവിടെ പിന്നെ പഠിച്ചിട്ടുള്ള ആളാണ്. നസീറുദ്ദീൻ ഷാ ഫിലിം ആക്ടറാണ്. പിന്നെ ഇർഫാൻ ഹബീബ് ഹിസ്റ്റോറിയൻ ആണ്. പിന്നെ കാശ്മീരിലെ മുഖ്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള, നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുൾ റബ്ബ് അടക്കമുള്ള ആളുകളൊക്കെ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള എഴുത്തുകാരനായിട്ടുള്ള ആളുകളൊക്കെ അവിടെ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. ഞാനത് എടുത്തു. പിന്നെ ഞങ്ങളുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അലുമിനി കഴിഞ്ഞ വർഷമാണ് മരണപ്പെട്ടത് ഇവിടെ കേരളത്തിലെ. അദ്ദേഹം അഡ്വക്കേറ്റ് അച്യുതൻ നായർ എന്ന് പറയും. പിന്നെ അദ്ദേഹം 94 വയസ്സ്, 90 വയസ്സിന് ശേഷം അദ്ദേഹം കോടതിയിൽ പോയിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ വാർഷിക ആനുവൽ മീറ്റില്, പിന്നെ SSRCയുടെ മീറ്റിൽ അദ്ദേഹം ഓരോ പ്രാവശ്യവും വരും. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്, അദ്ദേഹത്തിന് അസുഖം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ
പിന്നെ അങ്ങനെയുള്ള വൈഡ് റേഞ്ച് ആയിട്ടുള്ള പല മേഖലകളിൽ നിന്നുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ അലുമിനീസ് ആണ്. 130 കിലോമീറ്റർ ഡൽഹിയിൽ നിന്ന്. പിന്നെ അലിഗറിന് വേറൊരു പ്രത്യേകതയുണ്ട്, ലോക്ക് സിറ്റി. നമ്മളുടെ ഈ പിന്നെ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെ അടുക്കള സംഭവങ്ങൾ, ഇതിന്റെയൊക്കെ എക്യുപ്മെന്റ്സ് അതിലൊക്കെ വന്നിട്ടുള്ള ഓരോരോ ഇതെല്ലാം ലോക്കുകളുടെ, പല ടൈപ്പ് ലോക്കുകളുടെ, പിന്നെ അത് പാഡ് ലോക്കുകളാകാം, അതല്ലെങ്കിൽ ഇങ്ങനത്തെ മോർട്ടിസ് ലോക്കുകളാകാം, ഇതിന്റെയൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഒരു കുടിൽ വ്യവസായം പോലെ. നമുക്ക് അലിഗർ സിറ്റിയിലേക്ക് പോയാൽ ഒന്നും കൂടി അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ലോക്ക് സിറ്റി എന്ന പേരിൽ കൂടി അലിഗർ അറിയപ്പെടുന്നത്. താല നഗരി, താല എന്ന് പറഞ്ഞാൽ ലോക്ക്, ഓക്കെ. പിന്നെ JNU 1969 1000 ഏക്കർ ക്യാമ്പസിൽ പ്രധാനമായിട്ട് PhD കോഴ്സുകളാണ് JNUവിലുള്ളത്. ഇങ്ങനെ 24 മണിക്കൂർ ലൈബ്രറി. ബാക്കിയുള്ള എല്ലാം ഇവിടെ ആർട്സ്, ഹ്യൂമാനിറ്റീസ്, ലാംഗ്വേജ്, സോഷ്യൽ സയൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, കൂടുതലായിട്ടും പൊളിറ്റിക്കലി വൈബ്രന്റ് ആണ്. JNUവിലെ ലീഡേഴ്സ് ആണ് ദേശീയ ലീഡേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾ. ഇപ്പം നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ ആളുകളൊക്കെ JNU വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ തന്നെ പൊളിറ്റിക്കൽ ഇതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ പിന്നെ JNU പ്രൊഡക്ട്സ് ആയിരിക്കും. അവിടുത്തെ പൊളിറ്റിക്സിലും മറ്റൊക്കെ ആയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള. ഇപ്പൊ സീതാറാം യെച്ചൂരി അല്ലെ, അതുപോലെ നിർമ്മല സീതാരാമൻ, ഇവരൊക്കെ JNU പ്രൊഡക്ട്സ് ആണ്. ഇപ്പൊ കേരളത്തിൽ ഹൈബി ഈഡൻ അടക്കമുള്ള റോജി MLA അടക്കമുള്ള അങ്ങനത്തെ കുറെ ആളുകൾ, പിന്നെ അത് ചെറുതും വലുതുമായിട്ടുള്ള ഇഷ്ടംപോലെ ആളുകൾ. പിന്നെ ഓക്കെ, ജാമിയ മില്ലിയ 1920 എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. ഇതൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണ്. പിന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ. ഡൽഹിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ജാമിയയും അതുപോലെ JNU സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഡൽഹി യൂണിവേഴ്സിറ്റി 1922 ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടുള്ളത്. നിർഫ് എന്ന് പറഞ്ഞ നാഷണൽ റാങ്കിങ് ആണ്. അതിൽ ഏറ്റവും ടോപ്പിൽ ആദ്യത്തെ 5 വരുന്ന സ്ഥാപനങ്ങളാണ് ഈ പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഒക്കെ. നേരത്തെ ഡൽഹിയിൽ മാർക്ക് അടിസ്ഥാനത്തിലായിരുന്നു അറിയാം, ഇപ്പൊ അതല്ലല്ലോ അല്ലെ, ഇപ്പൊ CUET പ്രകാരമാണ് ഉള്ളത്. പിന്നെ ഇത് ഒരു യൂണിവേഴ്സിറ്റി എന്നാൽ ഒരൊറ്റ ക്യാമ്പസ് അല്ല, കോളേജ് സിസ്റ്റം ആണ്. പല ടൈപ്പ് കോളേജുകളുണ്ട്, ഒരുപാട് കോളേജുകളുണ്ട്. പിന്നെ നല്ല കോളേജസ്, ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് കോളേജസ് എന്ന് പറയുന്നത് DU കോളേജസുകളാണ്. ഓക്കെ, ഓൾറെഡി അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങി. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അപേക്ഷ കൊടുത്തു, ഇനി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവണം. ഇതിന് പ്രിപ്പയർ ആവേണ്ടത് ഓക്കെ, നിങ്ങൾക്ക് ഇനി എത്ര സമയം ഉണ്ടാവും? എത്ര സമയമുണ്ട് എക്സാമിന്? എന്താ എക്സാമിന്? മെയ് മാസത്തിലാണ്. മാക്സിമം ഒരു 40 ദിവസമല്ലേ കാണേണ്ടത്. ഇപ്പൊ അഡ്മിഷൻ എടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് കുറച്ച് ആൾക്കാർ കിട്ടൂ എന്നില്ല. ഇപ്പൊ ഇതിന് കുറച്ച് കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്. ആളുകൾ കൂടുതൽ +2 കഴിയുമ്പോൾ തന്നെ, നിങ്ങളൊക്കെ തന്നെ +2 കഴിയുമ്പോൾ തന്നെ അതിലേക്ക് വരുന്നു. അപ്പൊ ആ കോമ്പറ്റീഷനിലുകൊണ്ട് തന്നെ കൂടുതൽ ആരാണ് പ്രിപ്പയർ ആവുന്നത് അവർക്കായിരിക്കും അത് കിട്ടുക. അപ്പൊ അതിന് പ്രിപ്പറേഷൻ എങ്ങനെ വേണം എന്നുള്ളത്, ഒന്ന് ഇവിടുന്ന് കൃത്യമായ സിലബസും കാര്യങ്ങളൊക്കെ തരും. ലാപ്ടോപ്സ് കൃത്യമായ സിലബസും ഓരോ ദിവസവും കവർ ചെയ്യേണ്ട പോർഷൻസും കാര്യങ്ങളൊക്കെ വരും. അത് അങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. കുറച്ച് പ്രഷർ അതിന് കൊടുക്കുക. ഈ ഒരു 40 ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്യാമ്പസുകളിൽ ഇതിന്റെ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കുറേ സൗകര്യങ്ങളുടെ ഭാഗമാവാം, ഒരുപാട് എക്സ്പോഷറുകളുടെ ഒക്കെ ഭാഗമാവാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഒന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓൾറെഡി അത് ഇവിടുത്തെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് പ്രിപ്പയർ ചെയ്യാം. പഠിക്കുന്നതിന് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഹയർ സെക്കൻഡറിക്കൊക്കെ പല മെത്തേഡിൽ നന്നായിട്ട് പഠിച്ച്, പിന്നെ അത് ഞാൻ പറഞ്ഞു തരേണ്ടാത്ത രൂപത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ വായിക്കുന്നതിന് പകരം നിങ്ങൾക്ക് 25 മിനിറ്റ് വായിക്കുക, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അങ്ങനെയൊക്കെ സിസ്റ്റം അറിയില്ലേ? ഓക്കെ, വീണ്ടും 25 മിനിറ്റ് വായിക്കുക, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. പിന്നെ അപ്പോൾ ഒരു 2 മണിക്കൂറിൽ 20 മിനിറ്റ് റെസ്റ്റ് എടുക്കാനുള്ള ടൈം ഉണ്ടാവും. അപ്പോൾ ഒരുമിച്ച് 20 മിനിറ്റ് എടുക്കാതെ അങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത്, അത് ഞാൻ ആ ഏരിയ പറയാത്തത്, നിങ്ങൾ ഓൾറെഡി അതൊക്കെ കഴിഞ്ഞു വരുന്ന ആളുകളും ഇത് കിട്ടണമെന്ന ആഗ്രഹത്തോട് വരുന്നവരാണ്. ഇനി അപ്പോ പിന്നെ ഓക്കെ, ഇയാളറിയോ? നിങ്ങള് എന്നറിയോ? അറിയോ? ഓക്കെ, ഇയാളറിയോ? അറിയോ? കണ്ടിട്ടുണ്ടോ? ആരാ? UPSC-യിൽ നമ്മുടെ ടൈമിങ് എങ്ങനെയാണ്?
ഓക്കെ, ആരാള് ഇവരെ കുറിച്ച് പഠിക്കണം നിങ്ങൾ. ഇപ്പൊ ഇവിടെ അടുത്ത് പത്രത്തിൽ വന്ന ആള് പറഞ്ഞല്ലോ അല്ലെ, പിന്നെ പേരൊന്ന് പറയോ? ശ്രീജ. നിങ്ങളെ പേരെന്താ? ഗൗരിപ്രിയ അല്ലെ? ആ, ഗൗരിപ്രിയ ശ്രീജയെ പറഞ്ഞു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ശ്രീജയെ? നിങ്ങൾക്ക് ഹനാൻഷനെ അറിയോ? അറിയോ? അറിയില്ല അല്ലെ? ഞാന് കുറെ ആളുകൾ ഇങ്ങനെ പേര് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതില് ശ്രീജയെ ഒരാൾക്കേ അറിയുള്ളൂ അല്ലെ? വേറെ ആർക്കേ അറിയോ? അറിയോ? ശ്രീജയെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നോക്കണം. അവർക്ക് UPSC ഈ വർഷത്തെ റിസൾട്ടിൽ 57ാമത് റാങ്കാണ്. പത്രത്തിലൊക്കെ ഇഷ്ടംപോലെ വന്നിരുന്നു. അപ്പൊ അവര് പിന്നെ റൂമിൽ എഴുതി വെച്ചു, ഒരു പ്രാവശ്യം ഞാൻ എക്സാം എഴുതുള്ളൂ UPSC, എനിക്ക് IFS കിട്ടിയിരിക്കണം. നിങ്ങൾ റൂമിൽ അവരെങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾ വായിക്കണത്. ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റുണ്ടാവും, പക്ഷെ നിങ്ങൾ അവരെ കുറിച്ച് സെർച്ച് ചെയ്യോ അല്ലെങ്കിൽ അന്നത്തെ പത്രം നോക്കുക. ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് ഒരു മാസത്തിന്റെ ഉള്ളിലല്ലേ ഇപ്പൊ റിസൾട്ട് വന്ന സിവിൽ സർവീസിന്റെ. അപ്പൊ അതിലുള്ളതാണ്. ഒരു സാധാരണക്കാരെ അവര് പിന്നെ പ്രിപ്പയർ ചെയ്ത് അവര് പഠിച്ചു. ഇന്ന് 57ാമത്തെ റാങ്ക് UPSC കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അല്ലെ? വലിയ കാര്യം. അപ്പൊ അതിന് ഒരു സാധാരണക്കാരെ അവർക്ക് എക്സ്ട്രാ ഒന്നും അവരെടുത്തില്ല. അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഡ്രീം ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചു. ആ ഡ്രീമിനെ നമ്മൾ ഗോളാക്കുകയും ഗോളിനെ നമ്മൾ പിന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്. ഇവരെ കുറിച്ച് നോക്കണം, നിങ്ങൾ നോക്കുമല്ലോ, എല്ലാവരും നോക്കുമല്ലോ. നിർബന്ധമായിട്ടും ശ്രീജയെ കുറിച്ച് നോക്കണം. ശ്രീജ PS എന്നൊക്കെ ആയിരിക്കും, അതിപ്പോ ശ്രീജ IAS എന്നാണ് അവരുടെ പേര്. അപ്പം അതിലേക്ക് എത്താൻ അവർ ചെയ്തത് നമുക്കൊക്കെ ഉള്ള പാടാണ്. പിന്നെ മറ്റാരും മോട്ടിവേഷൻ വേണ്ട, ഈ സ്ഥാപനങ്ങളോടൊന്നും പറയണം എന്നില്ല. ഇവര് പഠിച്ചോ പഠിച്ചില്ലേ അതൊന്നും നോക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ സ്വന്തം ഇതിൽ നിങ്ങൾ തീരുമാനിക്കുക. എനിക്ക് അടുത്ത ഓഗസ്റ്റിൽ പുതിയ സെഷൻ തുടങ്ങുമ്പോൾ എനിക്ക് ഈ ക്യാമ്പസിലാണ് ഞാൻ ഉണ്ടാവേണ്ടത് എന്നൊരു സ്വപ്നം നിങ്ങൾ കാണും. ആ സ്വപ്നത്തിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ നമ്മൾ ഡ്രീമായിട്ട് മാത്രം നിന്നാൽ അത് എന്നെങ്കിലുമൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യും. ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം എന്നൊരു ഗോള് നിങ്ങൾക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡ്രീം അല്ലാതെ ആ ഗോളാണ്. ഗോള് വെക്കുന്നതോട് കൂടി നിങ്ങൾക്ക് അതൊരു സമയത്തിനുള്ളിൽ അച്ചീവ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും. അതും പക്ഷെ ഡ്രീം പോലെ എന്തെങ്കിലും അച്ചീവ് ചെയ്യാം എന്നുള്ളതല്ല. ഇതിനെ നിങ്ങൾ പ്ലാനിലേക്ക് കൊണ്ടുവരും. ഈ പ്ലാൻ ഉണ്ടാക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും നിങ്ങളെ ലാബ് പ്രോക്സിമ സപ്പോർട്ട് ചെയ്യും, സഹായിക്കും. ആ പ്ലാന് ഇവരുടെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. ആ ഡ്രീം ഒരിക്കലും നിങ്ങൾ അടുത്തുനിന്ന് പോകാൻ പാടില്ല, ഗോള് പോകാൻ പാടില്ല എന്നുള്ളത്. അപ്പോ പിന്നെ നിങ്ങൾ അടുത്ത വർഷം പിന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ അലുമിനി മീറ്റ് ഒക്കെ നടക്കുമ്പോൾ, ലാബ് പ്രോക്സിമയുടെ അലുമിനി മീറ്റ് നടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഇങ്ങനെ വരണം, ഓരോ പിന്നെ സ്ഥാപനത്തിൽ പഠിക്കുകയാണ് എന്നുള്ള ആ രൂപത്തിൽ. അപ്പൊ അതിനേക്ക് പ്ലാൻ ആക്കി, ആ ഗോളിനെ പ്ലാൻ ആക്കിയുള്ള മെച്ചം എന്ന് വെച്ചാൽ ഇതില് പിന്നെ എന്തെങ്കിലും അച്ചീവ് ചെയ്യേണ്ട ഡ്രീം നമുക്ക് 3 മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിനല്ലേ നിങ്ങൾ ചെയ്തത്. ഇപ്പൊ പിന്നെ ഈ വർഷം ഇപ്പൊ പഠനം അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നിങ്ങൾ +2 എക്സാം ആ രൂപത്തിൽ പഠിച്ച് അതിനൊക്കെ ബോധത്തോടു കൂടി എന്റെ മുന്നിൽ വന്നിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോ ആ സ്വപ്നം ശ്രീജയൊക്കെ കണ്ടതുപോലെ പിന്നെ എപ്പോഴും നമ്മളെ സ്വപ്നത്തെ പറഞ്ഞുകൊണ്ട് നമ്മളെ ആഗ്രഹിപ്പിച്ചിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. പൈലറ്റ് ആവാൻ ആഗ്രഹിച്ച വ്യക്തി അല്ലെ? പൈലറ്റ് ആവാൻ ആഗ്രഹിച്ചു, ടെസ്റ്റ് എഴുതി, പാസ്സായില്ല അല്ലെ? പുറത്താക്കപ്പെട്ട ചുരുക്കം ആളുകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നീടും അദ്ദേഹം ആ ഡ്രീം അവസാനിപ്പിച്ചില്ല. അദ്ദേഹം പിന്നെ ISROയിൽ പോയി മിസൈൽ മാൻ എന്നൊക്കെ അറിയപ്പെട്ടു. പിന്നെ ഇന്ത്യയിലെ മുൻനിര ശാസ്ത്രജ്ഞർ, പിന്നീട് നമ്മളൊക്കെ പ്രചോദിപ്പിക്കുന്ന രൂപത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന രൂപത്തിൽ നമ്മളൊക്കെ പ്രചോദിപ്പിച്ച അദ്ദേഹം. ആ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് പിന്നെ അന്നത്തെ ഡ്രീം അദ്ദേഹം അച്ചീവ് ചെയ്യുന്നത്. അപ്പോഴാണ് സർവ്വസൈന്യാധിപനായി അദ്ദേഹം, രാഷ്ട്രപതി. അപ്പോ വ്യോമസേനയിലെ ക്യാപ്റ്റൻ, എയർഫോഴ്സിലെ ക്യാപ്റ്റനെ വിളിച്ചിട്ട് പറയണം എനിക്ക് പൈലറ്റ് ആവാൻ എനിക്ക് പഠിക്കണം. സർവ്വസൈന്യാധിപൻ ചീഫ് കമാൻഡർ പറയുമ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല, അദ്ദേഹം അന്ന് പഠിക്കുകയാണ്, അന്ന് പൈലറ്റ് ആവുന്നത് പഠിക്കുക. ചെറിയ പ്രായത്തിൽ അദ്ദേഹം കേട്ടത് അത് അദ്ദേഹത്തിന്റെ അധ്യാപകന്റെ ഒരു ഇതായിരുന്നു. ശിവസുബ്രഹ്മണ്യർ എന്നുള്ള അദ്ദേഹത്തിന്റെ അധ്യാപകൻ പിന്നെ ചെറിയ കാലത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രാമേശ്വരത്ത് കടൽ തീരത്ത് കൊണ്ടുപോയിട്ട് പക്ഷികൾ പാറുന്നത് കാണിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്, പക്ഷികൾ പറക്കുന്നത് കാണിച്ചു കൊടുത്തിട്ടാണ് ഫിസിക്സിൽ ഫ്ലൈയിങ്ങിന്റെ ശാസ്ത്രം പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് APJയുടെ ഉള്ളിലേക്ക് ഒരു വൈമാനികനാവണം അല്ലെങ്കിൽ പൈലറ്റ് ആവണം എന്നൊരു ആഗ്രഹം കൊണ്ടുവരുന്നത്. അദ്ദേഹം ആ അന്ന് കണ്ട ആഗ്രഹം, ഡ്രീം അദ്ദേഹം പിന്നീട് ഇതാക്കുന്നത്. നമ്മളോട് നിരന്തരം അദ്ദേഹം സൂചിപ്പിച്ചതാണ്, നിങ്ങൾ സ്വപ്നം കാണുക.
സ്വപ്നം കാണുമ്പോൾ വെറുതെ ഒരു ജോലി കിട്ടുക എന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. ഇത് വളരെ ചുരുക്കം, ഒരു 1% ഒക്കെ ഓരോ സബ്ജക്റ്റിലും ഉണ്ടായിട്ടുള്ളൂ അല്ലെ? സബ്ജക്റ്റുകൾ പിന്നെ ആദ്യം ഒരു ജനറൽ മെഡിസിൻ ആണെങ്കിൽ ഇന്ന് ഓരോന്നിനും സ്പെഷ്യലൈസേഷൻ വന്നു, സ്പെഷ്യലൈസേഷന്റെ തന്നെ സബ് സ്പെഷ്യലൈസേഷൻസ് വന്നു. ഇത് അറിവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ അത് എല്ലാം കൂടി നമ്മൾ അറിഞ്ഞു എന്നല്ല, നമ്മൾ എത്ര അറിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്ര വളരെ കുറച്ചേ നമുക്ക് മനസ്സിലായിട്ടുള്ളൂ, ഇനിയും കുറെ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങളൊക്കെ ഒരു സാധാരണ ഡിഗ്രി എടുത്ത് പഠിച്ച് ജോലി നേടി എന്നതിനപ്പുറത്തേക്ക് പിന്നെ അതിന്റെ നോളജിലേക്കുള്ള കോൺട്രിബ്യൂട്ടേഴ്സ് കൂടി ആയി മാറട്ടെ പിന്നെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായ ആ ഒരു പ്ലാനിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്ലാനിലേക്ക് എത്തി, ആ പ്ലാൻ അനുസരിച്ച് പഠനത്തെ അതിലേക്ക് പ്രാധാന്യം കൊടുത്ത് അത് അച്ചീവ് ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ. വലിയ അവസരങ്ങൾ നിങ്ങളെ മുന്നിലുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലെ? പ്രത്യേകിച്ചും CUET റിലേറ്റഡ് ആയിട്ടൊക്കെ ഓൾമോസ്റ്റ് ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആ ഒരു പ്ലാനിലേക്ക് നമ്മളെ ഡ്രീമിനെയും ഗോളിനെയും ഒക്കെ പ്ലാൻ ആക്കി അച്ചീവ് ചെയ്യാന്നുള്ളതാണ്. എക്സാമുകൾ അത്ര ടഫ് അല്ല എന്നാണ് ഞാൻ പറയാം. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കിട്ടാവുന്നതാണ്. ഈ പിന്നെ ഇത്ര ആളുകളാണ് ഇപ്പൊ ഇവിടെ ഈ ഒരു ബാച്ചിൽ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കിട്ടണം, അതിൽ യാതൊരു പ്രയാസമായിരിക്കും. പിന്നെ ഓക്കെ, ഒന്നുമില്ലല്ലോ? എടുക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് മനോഹരമായിട്ട് ഇത്തരത്തിലൊരു ക്ലാസ് എടുത്തു തന്ന ജിസിൽ സാർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇങ്ങനെ ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ആളുകളുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം, മോട്ടിവേറ്റഡ് ആവാം. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇവിടെയുള്ള കുട്ടികൾക്ക് അറിയാം, നമ്മൾ ഒരു അലുമിനി മീറ്റ് നടത്തിയിരുന്നു. കുറച്ച് കുട്ടികളോട് വന്നിരുന്നു, പോണ്ടിച്ചേരിയിലും ജാമ്യയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ. അപ്പം അവർ പറയുന്ന ഓരോ കാര്യങ്ങളും, അവർ എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങളും, നമ്മുടെ നാട്ടിൽ നിന്ന് മാറി പഠിക്കുമ്പോൾ അവർ പോയ സ്ഥലങ്ങളും ഒക്കെ പറയുമ്പോൾ ചിലർക്ക് അതാവാം മോട്ടിവേഷൻ. പല സ്ഥലങ്ങൾ കാണാം, പലർക്കും പല മോട്ടിവേഷനാണ്. ചിലർക്ക് നല്ല സ്ഥലത്ത് പഠിക്കാം, അല്ലെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ പുറത്ത് പോയി പഠിക്കുമ്പോൾ പല സ്ഥലങ്ങൾ കാണാം. അങ്ങനെ പല മോട്ടിവേഷനുള്ള ആളുകൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളതാവണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് സാർ. ഫ്രീഡം ആണ്, നമ്മൾ ആരും തടയാനോ, കംപ്ലീറ്റ് ഫ്രീഡം ആണെന്ന് പറയും. നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ് ആ ഒരു സ്പേസിൽ എത്തുമ്പോൾ. കാരണം നമ്മളെ വീടോ മറ്റൊന്നുമില്ല, ആരും അധ്യാപകരടക്കം ആരും നമ്മളെ നിയന്ത്രിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് നമ്മുടെ പോസിറ്റീവ്. അവിടെ എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് വളരെ കൃത്യമായിരിക്കണം. നമ്മൾ പിന്നെ എന്നും ടൂറ് പോകുന്ന ആളുകളെ അങ്ങനെ ആയിട്ടല്ല മാറുന്നത്. ഞാൻ പറഞ്ഞ സ്ഥലങ്ങൾ കാണാൻ അവിടെ അവസരങ്ങളുണ്ട്, ഇതിനെല്ലാം ഉള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് പഠനവും ആ പഠനത്തിൽ നമ്മുടെ കൃത്യമായിട്ട് ആ BA-ക്ക് അഡ്മിഷൻ എടുക്കുന്നതോ അല്ലെങ്കിൽ BSc-ക്ക് BTech-ന് അഡ്മിഷൻ എടുക്കുന്നതോടുകൂടി അടുത്ത എൻ്റെ ഫോക്കസ്, അടുത്ത ലക്ഷ്യം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ലൈബ്രറിയിൽ ഇരുന്ന് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തവർ PG-ക്ക് വേണ്ടി പഠിക്കുന്ന സിസ്റ്റം, അതേ ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. നമ്മളുടെ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ അത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറ്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ എല്ലാ പോസിറ്റീവ്സും നമുക്ക് അതിലൂടെ ഗുണകരമാകും. അതല്ലെങ്കിൽ നമ്മൾ ഈ 3 വർഷമോ 4 വർഷമോ അവിടെ പഠിച്ചിട്ട് പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ 4ാമത്തെ വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ. അത് ഇല്ലാതിരിക്കണമെങ്കിൽ ആ കിട്ടുന്ന ഫ്രീഡം എന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് അതിന് ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കൂടി സാധിക്കും.